ഈ പ്രാധാന്യത്തെ പറ്റി കേട്ടുവരുന്നുണ്ട്. അപ്പൊ ഈ പോഷകങ്ങൾ എല്ലാം അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റുകളും ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സും എല്ലാം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നാം പഴം പച്ചക്കറികളെ സംരക്ഷക ആഹാരം എന്ന ശ്രേണിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഈ കോവിഡ് മഹാമാരി കാലത്ത് നമുക്ക് പഴങ്ങളും പച്ചക്കറികളും കൂടുതലായിട്ട് കഴിക്കേണ്ടതിന്റെ ആവശ്യകത ഏറെക്കുറെ എല്ലാം മനസ്സിലായി. കാരണം വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. കൂടുതലായിട്ട് പഴങ്ങൾ കഴിക്കുക, കൂടുതലായിട്ട് പച്ചക്കറികൾ കഴിക്കുക, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക. അങ്ങനെ നമുക്ക് അസുഖങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് രോഗങ്ങളിൽ നിന്നും പ്രതിരോധ ശക്തി നേടുക, പ്രതിരോധ ശേഷി നേടുക എന്നുള്ളതേ നമ്മുടെ മുമ്പിൽ ഉള്ളൂ. പക്ഷെ ഇത്തരത്തിൽ പഴങ്ങളും പച്ചക്കറികളും ധാരാളം പോഷകങ്ങളുടെ കലവറ തന്നെയാണ്. നാം കൂടുതലായിട്ടും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടവയുമാണ്. ഇനി പഴം പച്ചക്കറികളുടെ ഉൽപാദനത്തിന്റെ കാര്യം നമുക്കൊന്ന് നോക്കാം. പഴം പച്ചക്കറികളുടെ ഉൽപാദനത്തിൽ ലോകരാജ്യങ്ങളിൽ വെച്ച് നാം അല്ലെങ്കിൽ ഇന്ത്യ 2ാം സ്ഥാനത്താണ്. അപ്പൊ പല പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഉൽപാദനത്തിൽ നാം 1ാം സ്ഥാനത്തുമാണ്. പലതും 2ാം സ്ഥാനത്താണ്. അതിൽ നിന്ന് 2ാം സ്ഥാനത്തേക്ക് 1ാം സ്ഥാനത്തിലേക്ക് കുതിക്കാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അപ്പൊ ഇത്രയും കൂടുതൽ ബാക്കി രാജ്യങ്ങളെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളെ അപേക്ഷിച്ചെല്ലാം തന്നെ നമ്മുടെ ഭാരതം വളരെയധികം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് നിരവധി കാലാവസ്ഥ ശ്രേണികളുണ്ട്. അവയെല്ലാം തന്നെ വിവിധങ്ങളായ പഴങ്ങളും പച്ചക്കറികളും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത്രയേറെ നാം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ ഉൽപാദന വർധനവിനായിട്ട് നാം പലതരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുകയും അതുവഴി നമ്മുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മുടെ പേപ്പറിൽ വന്ന ഒരു പേപ്പർ കട്ടിംഗ് ആണ് ഹംഗ്രി ഇന്ത്യ അല്ലെങ്കിൽ പട്ടിണി ഒഴിയാതെ ഇന്ത്യ. ആഗോള പട്ടിണി സൂചികയില് നമ്മുടെ രാജ്യം 94ാമതാണ്. ആകെ 107 രാജ്യങ്ങളുള്ള പട്ടികയില് നമ്മുടെ രാജ്യം 94ാമതാണ്. വിരോധാഭാസം അല്ലാതെ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മൾ ഇത്രയേറെ പോഷകങ്ങൾ ഉള്ള പഴങ്ങളും പച്ചക്കറികളും 2ാം സ്ഥാനത്തായിട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോഴും പോഷക ദൗർലഭ്യം അല്ലെങ്കിൽ പോഷക കുറവ് മൂലം നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഹങ്കർ ഇൻഡെക്സിൽ നാം 94ാമതാണ്. അപ്പൊ ഈ ടൈറ്റിൽ അല്ലെങ്കിൽ ഹെഡിങ് നോക്കിക്കേ, പട്ടിണി ഒഴിയാതെ ഇന്ത്യ എന്ന് വിചാരിച്ച് ഇന്ത്യയിലെ ആൾക്കാർ പട്ടിണി കിടക്കുന്നു അല്ലെങ്കിൽ പട്ടിണി മൂലം മരിക്കുന്നു എന്നുള്ളതല്ല അർത്ഥം. നമ്മുടെ ഇവിടെ പോഷകാഹാര കുറവ് കൂടുതലായിട്ട് അനുഭവിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പം ഗുരുതരമായ വളർച്ച കുറവാണ് നമുക്കത് സൂചിപ്പിക്കുന്നത്. പോഷകാഹാരം ലഭിക്കാത്തവർ ജനസംഖ്യയുടെ 14%. അതിൽ ഏറ്റവും കൂടുതൽ ഈ ഹങ്കർ ഇൻഡെക്സിൽ നോക്കുന്നത് താഴെയുള്ള കുട്ടികളുടെ ഭാരവും അല്ലെങ്കിൽ അവരുടെ വളർച്ചയുമാണ് ഇതിന് മുഖ്യ ഘടകമായി കുട്ടികളുടെ വളർച്ചാ മുരടിപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ അത് 37.4%. അതുപോലെ തൂക്കക്കുറവ് 17.3%, മരണനിരക്ക് 3.7%. അപ്പൊ ഇത്രയധികം പട്ടിണി അല്ലെങ്കിൽ പോഷകക്കുറവ് മൂലം ദുരിതം അനുഭവിക്കുന്ന കുട്ടികൾ ഇന്നും നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, നമ്മുടെ ങ്ങളിലും ഈ പോഷകാഹാര കുറവ് ഇന്നും അനുഭവിക്കുന്ന ജനതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയധികം നമ്മുടെ പഴങ്ങളും പച്ചക്കറികളും പോഷകം പ്രദാനം ചെയ്യുന്ന പഴങ്ങളും പച്ചക്കറികളും നാം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എങ്കിൽ എല്ലാ ജനതകളിലേക്കും എത്തുന്നുമില്ല. എത്താത്തത് കൊണ്ട് തന്നെ നമുക്ക് പോഷകാഹാര കുറവ് അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ന്യൂട്രീഷൻ ബോർഡ് റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മുടെ പ്ലേറ്റിൽ അല്ലെങ്കിൽ ദിവസേനയുള്ള ഭക്ഷണത്തിന്റെ പകുതിയോളം പഴങ്ങളും പച്ചക്കറികളും ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് രോഗപ്രതിരോധ ശേഷി ആർജിക്കാനും അതേപോലെ തന്നെ നല്ല ഒരു ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കുവാനായിട്ടും സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ നിത്യാഹാരത്തിൽ പകുതിയോളം പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടി അല്ലെങ്കിൽ പോഷകാഹാരങ്ങൾ കൂടുതലായി ലഭിക്കുന്നതിനായിട്ട് റെയിൻബോ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വിവിധ നിറങ്ങളിലുള്ള പഴങ്ങളും പച്ചക്കറികളും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കാരണം നിരവധി നിറങ്ങളുള്ള അല്ലെങ്കിൽ വിവിധ നിറങ്ങളിലുള്ള
പഴങ്ങളിലും പച്ചക്കറികളിലും അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകളും ബയോ ആക്റ്റീവ് സംയുക്തങ്ങളും നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുകയും പല അസുഖങ്ങളിൽ നിന്നും പ്രതിരോധിക്കാനുള്ള കഴിവ് നേടിക്കൊടുക്കുകയും ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഈ പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ഇനി നമുക്ക് ഇത്രയും നമ്മളിപ്പോ കണ്ടു. കാരണം നമ്മൾ നന്നായിട്ട് ഒരുപാട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആഹാരക്കുറവ് അനുഭവിക്കുന്ന ഒരു രാജ്യമാണ്. ഉൽപാദനത്തിലും നാം മുൻപന്തിയിൽ എന്നതുപോലെ തന്നെ നമ്മൾ വളരെ മുന്നിലാണ്. അവിടെയാണ് നമ്മുടെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകുന്നത്. ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നാം, പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ ഉൽപാദനത്തിന്റെ ഏറിയ പങ്കും നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. പണ്ട് കാലത്ത് ഒരു 10-20 വർഷം മുമ്പ് നാം ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ഒരു 40% നാം നഷ്ടപ്പെടുത്തി കളയുകയാണെങ്കിൽ ഇന്നത് കുറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മുടെ ഉൽപാദനത്തിന്റെ 20% നാം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അത് പല കാരണങ്ങളാവാം. ഈ പഴങ്ങളും പച്ചക്കറികളും ഇത്രയധികം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നെങ്കിലും നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതിന് പ്രധാനമായ ഒരു കാര്യം, പഴങ്ങളും പച്ചക്കറികളും പലപ്പോഴും ഉൽപ്പാദിപ്പിക്കുന്നത് സീസണൽ ആയിട്ടാണ്. അതായത് ഒരു പ്രത്യേക കാലയളവിൽ കൂടുതലായിട്ട് നാം ഉൽപ്പാദിപ്പിക്കുന്നു. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മാമ്പഴത്തിന്റെ സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ലഭ്യമല്ല. അതേപോലെ ചക്കയുടെ സീസൺ ആയി കഴിയുമ്പോഴത്തേക്ക് ആ ഉൽപാദന കാലത്ത് അമിതമായിട്ടുണ്ടാവുകയും നമുക്കത് പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കാതെയും വരുന്ന സമയത്ത് കൂടുതലായും നഷ്ടം ഉണ്ടാവുന്നു. അതേപോലെ തന്നെ മിക്കവാറും എല്ലാ പഴങ്ങളും പച്ചക്കറികളും ഒരു പ്രത്യേക കാലയളവിൽ ഉൽപ്പാദിപ്പിക്കുന്നവയാണ്. ഈ ഉൽപ്പാദിപ്പിക്കുന്ന കാലത്ത് നമുക്ക് കൃത്യമായി സംഭരിച്ചു വെക്കാനോ വിപണനം നടത്താനോ അല്ലെങ്കിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കാനോ സാധിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഉൽപാദനാനന്തര നഷ്ടം ഉണ്ടാകുന്നത്. അപ്പൊ തന്മൂലം ഈ ഉൽപാദനത്തിന്റെ കാലയളവിൽ വിപണിയിൽ ഉണ്ടാകുന്ന വിലക്കുറവുണ്ടാകുന്നു. അതുമൂലം കർഷകർക്ക് വില ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കർഷകരുടെ കൃഷി നഷ്ടത്തിലാകുന്നു. ഇത്തരത്തിലുള്ള ദൂഷ്യഫലങ്ങളും നമ്മുടെ ഈ ഉൽപാദന കാലയളവിൽ കൂടുതലായി ഉണ്ടാകുന്നത് കൊണ്ട് കാണാറുണ്ട്. വേറൊരു കാര്യം, നാം ഒരു സ്ഥലത്ത് നമ്മുടെ ഉൽപാദനം വളരെ കൂടുതലായിരിക്കുമ്പോഴും മറ്റു സ്ഥലത്ത് നമ്മുടെ ഉൽപ്പന്നത്തിന് ലഭ്യത കുറവാണ് ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിളിന്റെ സീസൺ വന്നു കഴിയുമ്പോൾ നമ്മുടെ കാശ്മീർ ഭാഗങ്ങളില് ഹിമാചൽ പ്രദേശിലുമൊക്കെ ആപ്പിൾ വളരെയധികം കെട്ടിക്കിടക്കുകയും കർഷകർക്ക് വില ലഭിക്കാതെ വരികയും ചെയ്യുന്ന അവസരങ്ങളിൽ നമുക്ക് കേരളത്തിൽ ആപ്പിളിന്റെ ലഭ്യത തുലവും കുറവായിരിക്കും. വളരെ വില കൊടുത്തായിരിക്കും നമ്മൾ ആ ആപ്പിള് വാങ്ങിക്കുന്നത്. അത് പലപ്പോഴും നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആപ്പിളുകളായിരിക്കും നമുക്കിവിടെ ലഭ്യമാകുന്നത്. എന്തുകൊണ്ടോ അവിടെ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളെ നമ്മുടെ ഈ മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിക്കുവാനോ അതിനനുസരിച്ച് വിപണനം നടത്തുവാനോ നമുക്ക് സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ കർഷകർക്ക് അവിടെ മൂല്യം അല്ലെങ്കിൽ വിലയിടിവുണ്ടാകുന്നു, നഷ്ടം സംഭവിക്കുന്നു. തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന ചക്കയായാലും മാങ്ങയായാലും സംസ്ഥാനത്തിന്റെ ബാക്കിയുള്ള പ്രദേശങ്ങളിലെല്ലാം മലയാളികൾ തിങ്ങിപ്പാർക്കുന്നുണ്ടെങ്കിലും അവരിലേക്ക് എത്തിക്കുവാനും പലപ്പോഴും നമുക്ക് കഴിയാറില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ തന്നെ പല സ്ഥലങ്ങളിലും, ചിലപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിന്റെ പല സ്ഥലങ്ങളിൽ പോലും ഇതിന് ലഭ്യത കുറവ് ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള പല കാരണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് പഴങ്ങളിലും പച്ചക്കറികളിലും നഷ്ടമുണ്ടാകുന്നുണ്ട്. കാരണം അവ വളരെ വേഗത്തിൽ നശിച്ചു പോകുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള നഷ്ടം പഴങ്ങളും പച്ചക്കറികളും വിളവെടുപ്പിന് ശേഷമുള്ള വിവിധ ഘട്ടങ്ങളിലായിട്ട് നടന്നു വരുന്നു. അപ്പൊ നാം വളരെയധികം ശ്രദ്ധ കൊടുത്ത് കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ പഴം പച്ചക്കറികൾ വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കർഷകർ അത് ചന്തയിൽ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ വിപണിയിൽ എത്തിക്കുകയോ മറ്റുള്ള ആൾക്കാർക്ക് വിപണനം നടത്തുകയോ ചെയ്തതിന് ശേഷം അവരിൽ നിന്ന് അത് ഉപഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തുന്നത് വരെ ഈ പഴങ്ങളും പച്ചക്കറികളും പല സ്റ്റെപ്പുകളിൽ കൂടി അല്ലെങ്കിൽ വിവിധ ഘട്ടങ്ങളിൽ കൂടി കടന്നാണ് അത് ഉപഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഉൽപാദനം മുതൽ അത് കൺസ്യൂമറിന്റെ കയ്യിൽ അല്ലെങ്കിൽ ഉപഭോക്താവിന്റെ കയ്യിൽ എത്തുന്നത് വരെയുള്ള വിവിധ ഘട്ടങ്ങളിൽ വിവിധ തരത്തിലുള്ള നഷ്ടമാണ് നമ്മുടെ പഴം പച്ചക്കറികൾക്ക് ഉണ്ടാകുന്നത്. ഇനി ഇത്തരത്തിലുള്ള വിളവെടുപ്പാനന്തര നഷ്ടങ്ങൾ നമുക്ക് ഈ ചിത്രത്തിൽ നോക്കിയാൽ തന്നെ അറിയാം. നമ്മുടെ പഴം
പഴം കേടായി പോകുന്നു. ഇത്തരത്തിൽ ഒരു കാണാൻ ഭംഗിയില്ലാത്ത അല്ലെങ്കിൽ ചീയാൻ തുടങ്ങിയ പഴം നമുക്ക് ഒരിക്കലും വാങ്ങാനായിട്ട് തോന്നുകയില്ല. പിന്നീടുള്ളത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും നാം പഴം പച്ചക്കറികൾ കൊണ്ടുവരുന്ന സമയത്ത് ഇറക്കി വെക്കുമ്പോഴുണ്ടാകുന്ന നഷ്ടം ഉണ്ടാവാറുണ്ട്. ഇത്തരത്തിലുള്ള ചീഞ്ഞു പോകുന്ന തരത്തിലുള്ള നഷ്ടം ഉണ്ടാവാറുണ്ട്. ഇവയെല്ലാം നഷ്ടത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുന്നവയാണ്. ഇനി ഇത്തരത്തിലുള്ള വിളവെടുപ്പാനന്തര നഷ്ടങ്ങളെ അല്ലെങ്കിൽ വിളവെടുപ്പിന് ശേഷമുള്ള പഴങ്ങളുടെയും പച്ചക്കറികളുടെയും നഷ്ടങ്ങളെ നമുക്ക് എങ്ങനെ കുറയ്ക്കാനായിട്ട് സാധിക്കും? അതിന് ചെയ്യാൻ ചില കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന്, കൃത്യമായ വിളവെടുപ്പ്. കാരണം കർഷകൻ വിളവെടുക്കുന്ന സമയം മുതൽ തന്നെ നമുക്ക് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ കാലം നമുക്ക് സൂക്ഷിച്ചു വെക്കുന്നതിനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായ മൂപ്പിൽ അല്ലെങ്കിൽ കൃത്യമായ പാകത്തിൽ വിളവെടുക്കുന്നതിനെ ശ്രദ്ധിക്കണം. വിളവെടുപ്പിന് ശേഷമുള്ള പരിചരണം അത്യന്താപേക്ഷിതമാണ്. കാരണം ഇന്ന് നമ്മൾ വിളവെടുപ്പിന് ശേഷം യാതൊരു പരിചരണ മുറകളും ഇല്ലാതെ തന്നെയാണ് വിപണനം നടത്തുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞോ 2 ആഴ്ച കഴിഞ്ഞോ ആയിരിക്കും നമ്മുടെ ഉൽപ്പന്നം ഉപഭോക്താവിന്റെ കൈകളിലേക്ക് എത്തുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സമയങ്ങളിലെല്ലാം വിളവെടുപ്പിന് ശേഷം നമ്മുടെ ഉൽപ്പന്നത്തിന് കൃത്യമായ പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ നാൾ അതിനെ സൂക്ഷിച്ചു വെക്കുന്നതിനും അതുപോലെ തന്നെ കേട് കൂടാതെ ഗുണനിലവാരമുള്ള ഉൽപ്പന്നം ലഭ്യമാക്കുന്നതിനും സഹായിക്കും. അപ്പം വിളവെടുപ്പിന് ശേഷമുള്ള പരിചരണം അത്യന്താപേക്ഷിതമാണ്. പിന്നീടുള്ളതാണ് സംഭരണം. നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്ന സമയത്ത് പഴങ്ങളെയും പച്ചക്കറികളെയും സംഭരിച്ച് സൂക്ഷിക്കുന്നതിനും അത് പിന്നീട് ലഭ്യമല്ലാത്ത സമയത്തേക്ക് ഉപയോഗപ്പെടുത്തുവാനും അല്ലെങ്കിൽ വില കൂടുന്ന സമയത്തേക്ക് അത് വിപണനം നടത്തുവാനുമുള്ള സൗകര്യമാണ് സംഭരണം. പിന്നീട് വിപണനം. ഇത് ഏത് രീതിയിൽ വിപണനം നടത്തണം? കാരണം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം അടുത്ത ചന്തയിലാണോ കൊടുക്കേണ്ടത്, അതോ സൂപ്പർ മാർക്കറ്റിലാണോ കൊടുക്കേണ്ടത്, അത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കാണോ, അതോ എക്സ്പോർട്ട് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്കാണോ കൊടുക്കേണ്ടത്? ഏത് തരത്തിലുള്ള വിപണനമാണ് നമ്മുടെ ഉൽപ്പന്നത്തിന് വേണ്ടതെന്ന് കൃത്യമായ ഇതിനെ പറ്റിയുള്ളതെല്ലാം തന്നെ. കാരണം ഇത്തരത്തിലുള്ള പല സ്റ്റെപ്പുകളിലും അല്ലെങ്കിൽ ഘട്ടങ്ങളിലും നമുക്ക് ഉണ്ടാവാറുണ്ട്. ഇവയെല്ലാം തന്നെ പലപ്പോഴും അറിവില്ലായ്മ കൊണ്ടും അടിസ്ഥാന സൗകര്യക്കുറവ് കൊണ്ടുമാണ്. ഇപ്പൊ നാം സംഭരണം ചെയ്യണമെന്ന് പറഞ്ഞു, പക്ഷെ സംഭരണം ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകണം. അടിസ്ഥാന സൗകര്യങ്ങൾ നാം സംഭരണം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് പിന്നീട് നല്ല വിലയ്ക്ക് അല്ലെങ്കിൽ കൂടുതൽ വിലയ്ക്ക് ഉൽപ്പന്നം വിപണനം നടത്താനാവണം. അതേപോലെ തന്നെ സംഭരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം അല്ലെങ്കിൽ ക്വാളിറ്റി ഉറപ്പാക്കാനായിട്ട് സാധിക്കണം. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ വിളവെടുപ്പിന് ശേഷമുള്ള പരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇനി നഷ്ടം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. പച്ചക്കറികളുടെയും കാര്യം മാത്രം പറയുന്നതിന്റെ കാരണം ഏറ്റവും സൂക്ഷിപ്പ് കാലം അല്ലെങ്കിൽ പെട്ടെന്ന് കേട് വന്നു പോകുന്ന ഉദ്യാന വിളകളാണ് പഴങ്ങളും പച്ചക്കറികളും. ബാക്കിയുള്ള വിളകളെല്ലാം തന്നെ നമുക്ക് കൂടുതൽ കാലം സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും. പലപ്പോഴും നാം പഴങ്ങളും പച്ചക്കറികളും ഫ്രഷ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രഷ് രൂപത്തിൽ അല്ലെങ്കിൽ പുതുമയാർന്ന രുചിയോടെ നിറത്തോടെ കഴിക്കാനാണ് നമുക്ക് താല്പര്യവും. അപ്പൊ അത്തരത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കുന്നു. അതേസമയം ധാന്യങ്ങളെയും മറ്റു വിളകളെയും അപേക്ഷിച്ച് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വലിപ്പം കൂടുതലാണ്. ഇവയ്ക്കുള്ളിൽ ജലാംശം വളരെയധികം അടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ ഘടനയും വ്യത്യാസമാണ്. വളരെ മൃദുവായ ഘടനയാണ് നമ്മുടെ പഴങ്ങൾക്കും പച്ചക്കറികൾക്കും ഉള്ളത്. ഇനി നെല്ല് നോക്കിക്കാട്ടെ. നെല്ല് അല്ലെങ്കിൽ ഗോതമ്പ് അതുപോലുള്ള ധാന്യങ്ങൾ നോക്കിക്കോളൂ. നമുക്ക് എത്ര കാലം വേണമെങ്കിലും അതിനെ സംഭരിച്ച് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. 1 വർഷം വരെ നമുക്ക് നമ്മുടെ നെല്ലിനെ പത്തായത്തിൽ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അതിലും കൂടുതൽ നമ്മൾ സൂക്ഷിച്ചു വെക്കാറുണ്ട്. കാരണം അവയ്ക്കുള്ളിലെ ജലാംശം വളരെയധികം കുറവാണ്. അതേസമയം നാം ഉപയോഗിക്കുന്ന പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ജലാംശം ഏകദേശം 80 മുതൽ 95% ജലാംശം അടങ്ങിയിരിക്കുന്നവയാണ് പഴങ്ങളും പച്ചക്കറികളും. അപ്പം ജലാംശം കൂടുതലുള്ളപ്പോൾ അവ നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ കേടാകുന്നതിനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്.
പിന്നീടുള്ള ഒരെണ്ണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൃദുവായ ഘടനയാണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഘടനയാണ് നമ്മുടെ പഴങ്ങളും പച്ചക്കറികൾക്കും ഉള്ളത്. അത് പഴുത്തു കഴിഞ്ഞാൽ വളരെയധികം മൃദുവാവുകയും കൂടുതൽ നാൾ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കാതാവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പഴങ്ങളുടെയും പച്ചക്കറികളുടെയും സ്വാഭാവികമായ സവിശേഷതകൾ കൊണ്ടാണ് ഇവയ്ക്ക് കൂടുതലായിട്ടുള്ള നഷ്ടം ഉണ്ടാകുന്നത്. മറ്റ് വിളകളെ അപേക്ഷിച്ച് കൂടുതലായിട്ട് നഷ്ടം ഉണ്ടാകുന്നത് ഇവയുടെ സ്വാഭാവികമായ സവിശേഷതകൾ കൊണ്ട് തന്നെയാണ്. ഇനി ഈ ചിത്രത്തിൽ നോക്കിക്കേ, ജലാംശം നഷ്ടപ്പെടുക. നമ്മൾ ജലാംശം നഷ്ടപ്പെടുന്നു എന്ന് കേൾക്കുമ്പം വലിയൊരു അതിനകത്തുനിന്ന് കുറച്ച് ജലം പോയെന്ന് വിചാരിച്ച് എന്താ ഇപ്പൊ പറ്റുന്നത്, ഇച്ചിരി ഈർപ്പം പോയെന്ന് വിചാരിച്ച് എന്ത് പറ്റും? അങ്ങനെയല്ല. നമ്മുടെ ജലാംശം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരത്തെ അത് സാരമായി ബാധിക്കുന്നു. നമുക്ക് തക്കാളി നോക്കിയാൽ അറിയാം, തക്കാളിയുടെ ജലാംശം നഷ്ടപ്പെടുകയാണോ എന്നുണ്ടെങ്കിൽ അതിന്റെ തൊലി ഇങ്ങനെ ചുക്കിച്ചുളിഞ്ഞിരിക്കും. ഇത്തരത്തിലുള്ള തക്കാളി വാങ്ങാൻ നാം താല്പര്യപ്പെടാറില്ല. പിന്നെ ഏറ്റവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് നമ്മുടെ ചീര. എപ്പോഴും നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമാകുന്ന ഒരെണ്ണം ഒരു പച്ചക്കറിയാണ് ചീര. പക്ഷെ ചീര നമ്മൾ പിഴുതെടുത്തു കഴിഞ്ഞാൽ 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അത് വാടിപ്പോകും. അപ്പൊ അത് വാടിപ്പോകുന്നത് കൊണ്ട് തന്നെ, വാടിപ്പോയ ചീര ആരും വാങ്ങാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കർഷകർ ചെയ്യുന്നത് ഒന്നുകിൽ ചീര വിളവെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പറിച്ചെടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ വിപണനം നടത്താനായിട്ട് ശ്രദ്ധിക്കും. പിന്നെ അല്ലെങ്കിൽ തന്നെ കുറച്ച് പൊടി കൈകൾ അവര് പ്രയോഗിക്കാറുണ്ട്. വെള്ളം കുടഞ്ഞു വെക്കും, കെട്ടിവെക്കും, അല്ലെങ്കിൽ വേര് വെള്ളത്തിൽ താഴ്ത്തി വെക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഒരു സ്മോൾ സ്കെയിലിൽ അല്ലെങ്കിൽ അടുത്തുള്ള ചന്തകളിൽ വിൽക്കാനാണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള പരിചരണ മാർഗങ്ങളിലൂടെ അതിന്റെ ഫ്രഷ്നെസ് അല്ലെങ്കിൽ പുതുമ നിലനിർത്താനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ കൂടുതലായിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് കൊടുക്കാനായിട്ട് നമുക്കൊരു ഓർഡർ വരികയാണ്. നമ്മുടെ കർഷകൻ അതിനുള്ള തയ്യാറെടുപ്പോടുകൂടി പ്രസന്റ് ചെയ്യാനുള്ള ഒരു സാങ്കേതിക പരിജ്ഞാനം നമുക്ക് അവിടെ ആവശ്യമാണ്. അപ്പൊ ഇത്തരത്തിൽ വിളവെടുക്കുന്ന ചീര 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും വാടിപ്പോകുന്നു. ഈ വാടിപ്പോകുന്നു എന്നതിന്റെ പ്രധാന കാരണം ജലം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ഇലകളിൽ നിന്നുള്ള ഈർപ്പം അല്ലെങ്കിൽ ചെടിയിൽ നിന്നുള്ള ഈർപ്പം പോകുന്നത് കൊണ്ടാണ് നാം അത് വാടിപ്പോകുന്നതായിട്ട് കാണുന്നത്. തന്മൂലം അത് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കാത്തത്. പിന്നീടുള്ളത് നമ്മുടെ ക്യാബേജ് ആണ്. അതിന്റെ ഇലകൾ മഞ്ഞളിച്ചു പോകുന്നു, മഞ്ഞ നിറമാകുന്നു. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് റംബൂട്ടാൻ. ഇന്ന് വിപണിയിലെല്ലാം റോഡ് വക്കുകളിലും വഴിയരികുകളിലെല്ലാം തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പഴമാണ് റംബൂട്ടാൻ. ആ റംബൂട്ടാന്റെ ആകർഷണീയത തന്നെ അതിന്റെ മുള്ളു പോലെയുള്ള രോമങ്ങളാണ്. ആ രോമങ്ങളും നല്ല ചുവപ്പ് നിറവുമാണ് അതിനെ ഉപഭോക്താക്കൾക്ക് പ്രിയമുള്ളതാക്കുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള റംബൂട്ടാൻ ഒരു 3-4 ദിവസം കഴിയുമ്പോഴേക്കും അതിന്റെ ഈ രോമങ്ങളെല്ലാം തന്നെ കറുത്ത് ബ്രൗൺ നിറത്തിലാകുന്നു. പക്ഷെ ഇത്തരത്തിൽ കാണുന്ന റംബൂട്ടാൻ വാങ്ങാൻ നമ്മൾ ആരും താല്പര്യപ്പെടാറില്ല. അകത്തുള്ള പഴക്കാമ്പിന് യാതൊരു കേടുപാടുകളും കാണുകയുമില്ല. നല്ല രീതിയിൽ നല്ല രുചിയുള്ള പഴക്കാമ്പ് തന്നെയായിരിക്കും അകത്തുണ്ടാവുക. പക്ഷെ പുറം തോടിൽ ഇത്തരത്തിലുള്ള കറുത്ത പാടുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് വാങ്ങാനായിട്ട് തോന്നുകയില്ല. ഇത്തരത്തിലുള്ള രോമങ്ങൾ കറുത്തു പോകുന്നതിന്റെ പ്രധാന കാരണം ജലനഷ്ടമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ജലനഷ്ടം പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ആകർഷണീയത കുറയ്ക്കുകയും അവയ്ക്ക് വിപണന സാധ്യത കുറവാവുകയും ചെയ്യും. പിന്നീടുള്ളത് ജീവൽ പ്രവർത്തനങ്ങളാണ്. അപ്പൊ നമ്മളിപ്പോ പറയുന്നത് പഴം പച്ചക്കറികളുടെ വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. ഉണ്ടാകുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കി നമ്മൾ കഴിഞ്ഞാൽ, അതിനെ കുറച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ തടയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും സൂക്ഷിപ്പ് കാലം കൂട്ടുന്നതിനും ഗുണമേന്മയോടെ കൂടുതൽ നാൾ ഉപയോഗിക്കുന്നതിനും സാധിക്കും. പിന്നീടുള്ളത് നമ്മളിപ്പോ ജലനഷ്ടത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. പിന്നീടുള്ളതാണ് ജീവൽ പ്രവർത്തനങ്ങൾ. നമ്മുടെ പഴങ്ങളും പച്ചക്കറികളും മരത്തിൽ നിൽക്കുമ്പോൾ ജീവൻ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരുന്നുണ്ട്, അത് വലുതാകുന്നുണ്ട്, നിറം മാറുന്നുണ്ട് എന്നെല്ലാം ഉത്തരങ്ങൾ ലഭിക്കും. പക്ഷെ പഴങ്ങളും പച്ചക്കറികളും മരത്തിൽ നിന്ന് പറിച്ചെടുത്ത് അല്ലെങ്കിൽ ചെടിയിൽ നിന്ന് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ അവയ്ക്ക് ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരുടെയും ഒട്ടുമിക്ക ആൾക്കാരുടെയും അഭിപ്രായം ഇല്ല എന്നാണ്. അങ്ങനെയല്ല. പഴങ്ങളും പച്ചക്കറികളും അതിന്റെ മാതൃസസ്യത്തിൽ നിന്നോ അല്ലെങ്കിൽ ചെടിയിൽ നിന്നോ വേർപെടുത്തി എടുത്തു കഴിഞ്ഞാലും അവയ്ക്ക് ജീവനുള്ളവയാണ്. ഒരു ജീവൽ കോശങ്ങളിൽ ആവശ്യമായ അത്യാവശ്യം നടക്കേണ്ട എല്ലാത്തരം ജീവൽ പ്രവർത്തനങ്ങളും വിളവെടുത്തതിന് ശേഷവും ഈ പഴങ്ങളിലും പച്ചക്കറികളിലും നടക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പ്രക്രിയകളിൽ ഏറ്റവും പ്രധാനമാണ് ശ്വസന പ്രക്രിയ. കാരണം നമുക്ക് ജീവൻ
ഇത്തരത്തിലുള്ള ശ്വസന പ്രക്രിയകൾ നമ്മുടെ പഴങ്ങളിലും പച്ചക്കറികളിലും വിളവെടുപ്പിന് ശേഷവും നടക്കുന്നുണ്ട്. പിന്നീടുള്ളത് രാസാഗ്നികളാണ്, അഥവാ എൻസൈമുകൾ. പഴങ്ങളിലും പച്ചക്കറികളിലും വിളവെടുപ്പിന് ശേഷവും രാസാഗ്നികൾ അല്ലെങ്കിൽ എൻസൈമുകളുടെ പ്രവർത്തനം നടന്നുകൊണ്ടേയിരിക്കുന്നു. എൻസൈമുകളുടെ പ്രവർത്തനത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ, നമ്മളൊരു ആപ്പിൾ എടുക്കുന്നു, ആപ്പിളിനെ തൊലിച്ചെത്തി അല്ലെങ്കിൽ മുറിച്ച് നമ്മൾ കുറച്ച് നേരത്തേക്ക് തുറന്നു വെച്ചിരിക്കുന്നു. അപ്പൊ എന്താ പറ്റുന്നത്? ആപ്പിളിന്റെ നിറം മാറി ബ്രൗൺ നിറമാകുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള പഴങ്ങളുടെ നിറം മാറ്റം ഉണ്ടാകുന്നത് രാസാഗ്നികളുടെ അല്ലെങ്കിൽ എൻസൈമുകളുടെ പ്രവർത്തനം കൊണ്ടാണ്. അപ്പൊ ഈ എൻസൈമുകളുടെ പ്രവർത്തനം കൊണ്ട് തന്നെ ഈ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും പലതരത്തിലുള്ള രാസപ്രവർത്തനങ്ങൾ നടക്കുകയും പെട്ടെന്ന് തന്നെ കേടായി പോകാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നു. ജലനഷ്ടത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു. പലതരത്തിലുള്ള ജലനഷ്ടം ഉണ്ടാകാറുണ്ട്. പഴങ്ങളിലും പച്ചക്കറികളിലും സൂക്ഷിച്ചു വെച്ച് അല്ലെങ്കിൽ വിളവെടുപ്പിന് ശേഷം ജലനഷ്ടം ഉണ്ടാകുന്നു. അപ്പൊ ഈ രാസാഗ്നികളുടെ പ്രവർത്തനവും മറ്റു തരത്തിലുള്ള ബയോകെമിക്കൽ അല്ലെങ്കിൽ രാസപ്രവർത്തനങ്ങളും പലപ്പോഴും നമ്മുടെ പഴങ്ങളിലും പച്ചക്കറികളിലും ഒരു പരിധിവരെ ഗുണകരമാകുമ്പോൾ, എന്നാൽ ഒരു അവസ്ഥ കഴിയുമ്പോൾ ഇവയെല്ലാം തന്നെ പഴങ്ങളുടെ പച്ചക്കറികളുടെയും സൂക്ഷിപ്പ് കാലം കുറയ്ക്കുവാൻ കാരണമാവുകയും ചെയ്യാറുണ്ട്. ഇനി രാസപ്രവർത്തനങ്ങൾ നല്ലതാകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഇപ്പം ഉദാഹരണത്തിന് നമ്മള് വാഴപ്പഴം നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നു, വിളവെടുക്കുന്നു. പച്ചയായിരിക്കുമ്പോഴാണ് നമ്മൾ വിളവെടുക്കുന്നത്. അത് നമ്മൾ സൂക്ഷിച്ചു വെച്ച് കഴിയുമ്പോൾ അതിന്റെ നിറം പച്ചയിൽ നിന്ന് മാറി പഴുത്ത മഞ്ഞ നിറത്തിലാകുന്നു. അതുപോലെ തന്നെ മാമ്പഴം, പച്ച നിറത്തിലുള്ള മാമ്പഴം നമ്മൾ വിളവെടുക്കുന്നു. പഴുത്ത് കഴിയുമ്പോഴേക്ക് അത് നല്ല ആകർഷണീയമുള്ള നിറമുള്ള അല്ലെങ്കിൽ രുചിയുള്ള മണമുള്ള പഴമായി മാറുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള റൈപ്പനിങ് അല്ലെങ്കിൽ പഴുക്കുന്നത് രാസാഗ്നികളുടെയും മറ്റു രാസപ്രവർത്തനങ്ങളുടെയും ഫലമായിട്ടാണ്. അപ്പൊ ഈ രാസാഗ്നികളുടെ പ്രവർത്തനവും രാസപ്രവർത്തനങ്ങളും എല്ലാം തന്നെ പഴങ്ങളിലും പച്ചക്കറികളിലും വിളവെടുപ്പിന് ശേഷം ഇത്തരത്തിലുള്ള ജീവൽ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും തൂക്കം അഥവാ ഭാരം കുറയുന്നു. അപ്പൊ ഇത്തരത്തിൽ ഓരോ നമ്മൾ എത്രത്തോളം സ്റ്റോർ ചെയ്ത് വെക്കുന്നു അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കുന്നുവോ തൂക്കം അല്ലെങ്കിൽ ഭാരം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പിന്നീടുള്ളത് നിറം മാറുകയാണ്. നിറം അതിന്റെ പച്ച നിറം മാറി മഞ്ഞ നിറമാവുകയും ചെയ്യുന്നു. പിന്നീടുള്ളത് ആകർഷണീയത കുറയുക എന്നുള്ളതാണ്. പലപ്പോഴും പഴങ്ങളുടെയും പച്ചക്കറികളും സൂക്ഷിപ്പ് കാലം അല്ലെങ്കിൽ സൂക്ഷിച്ചു വെച്ച് കഴിയുമ്പോൾ അവയ്ക്ക് പലതരത്തിലുള്ള കറുപ്പ് നിറം വരികയും അല്ലെങ്കിൽ ചീഞ്ഞു പോവുകയും അത്തരത്തിൽ ആകർഷണീയത കുറഞ്ഞു പോവുകയും ഇവയുടെ സൂക്ഷിപ്പ് കാലം കുറഞ്ഞ് പെട്ടെന്ന് തന്നെ നശിച്ചു പോവുകയും ചെയ്യും. അപ്പൊ നാം അറിഞ്ഞിരിക്കേണ്ടത്, വിളവെടുപ്പിന് ശേഷവും ഇവയ്ക്കെല്ലാം ജീവനുണ്ട്. ജീവനുള്ള ഒരു വസ്തുവിനെ നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ആ രീതിയിൽ വേണം നമുക്ക് വിളവെടുപ്പിന് ശേഷവും ഇവയെ കൈകാര്യം ചെയ്യാനായി. പിന്നീടുള്ള അടുത്ത ഒരു കാരണം എന്ന് പറയുന്നത് അണുജീവികളുടെ പ്രവർത്തനമാണ്. അണുജീവികൾ എന്ന് പറയുമ്പോൾ ബാക്ടീരിയ ആവാം, ഫംഗസ് ആവാം. ഇത്തരത്തിലുള്ള ബാക്ടീരിയകളുടെ അല്ലെങ്കിൽ അണുജീവികളുടെ പ്രവർത്തനം കൊണ്ട് നമ്മുടെ പഴങ്ങളും പച്ചക്കറികളും ചീഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഈ ചിത്രത്തിൽ നോക്കിയാൽ അറിയാം, നമ്മുടെ ലോട്ടൽ അല്ലെങ്കിൽ നമ്മൾ ഒരു കൂടയിലാണ് പഴം സൂക്ഷിച്ചു വെക്കുന്നത്. അതിനകത്ത് ഏതെങ്കിലും ഒരു പഴത്തിന് ചെറിയ ഒരു അണുജീവികളുടെ ഇൻഫെക്ഷൻ വന്നിട്ട് അത് നശിച്ചു പോവുകയാണെങ്കിൽ ആ കുട്ടയിലുള്ള മുഴുവൻ പഴങ്ങളും ചീഞ്ഞു പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ചിത്രത്തിൽ കാണുന്നത് നമ്മുടെ വെള്ളപ്പൊക്ക സമയത്ത് ഉള്ളി സ്റ്റോർ ചെയ്തിരുന്ന ഗോഡൌണിൽ വെള്ളം കയറി. അത്തരത്തിൽ ഗോഡൌണിൽ വെള്ളം കയറിയത് കൊണ്ട് നശിച്ചുപോയ സവാളയുണ്ട്, അതേപോലെ തന്നെ ഉരുളൻകിഴങ്ങുണ്ട്. ഈ രീതിയിലുള്ള അണുജീവികളുടെ പ്രവർത്തനം കൊണ്ട് നമ്മുടെ പഴങ്ങളും പച്ചക്കറികളും ചീഞ്ഞു പോകുന്നതായിട്ട് കണ്ടുവരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അണുജീവികളുടെ പ്രവർത്തനത്തിനെ തടയിടാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ പഴങ്ങളും പച്ചക്കറികളും ചീഞ്ഞു പോകുന്നത് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. പിന്നീടുള്ളത് അശ്രദ്ധമായ കൈകാര്യം ചെയ്യലാണ്. പഴങ്ങളും പച്ചക്കറികളും വിളവെടുത്തു കഴിഞ്ഞാൽ അതിനെ ഏതെല്ലാം അശ്രദ്ധമായ രീതിയിലാണോ നാം കൈകാര്യം ചെയ്യുന്നത്, അതെല്ലാം തന്നെ അതിന്റെ സൂക്ഷിപ്പ് കാലം, അതുപോലെ തന്നെ അതിന്റെ ഗുണനിലവാരം ഇവയെല്ലാം സ്വാധീനിക്കുന്നു. ഈ ചിത്രത്തിൽ കാണുന്ന ലോറിയിൽ അല്ലെങ്കിൽ ട്രക്കില് വാഴക്കുല കൊണ്ടുപോകുന്ന നമുക്ക് എല്ലാവർക്കും ചിരപരിചിതമാണ് അല്ലെ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പഴങ്ങളും പച്ചക്കറികളും എല്ലാം വിളവെടുത്തതിന് ശേഷവും ഗീത
കേൾക്കാൻ വയ്യേ? പ്രസന്റേഷൻ ഒന്നുകൂടെ ഒന്ന് ഇടണം. ഇടയ്ക്ക് ഒരാൾ പ്രസന്റ് ചെയ്തു, അപ്പൊ സ്ലൈഡ്സ് മാറിയിട്ടുണ്ട്. ഓ ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പൊ ഇനി ഇത് ഞാൻ എൻഷോ കൊടുത്തിട്ട് ആ ഗൂഗിളിന്റെ ആ പ്രസന്റേഷൻ, ഗൂഗിൾ മീറ്റിന്റെ ആ വിൻഡോയിൽ പോയി ഒന്നുകൂടെ റെസ്യൂം പ്രസന്റേഷൻ പ്രസ് ചെയ്താൽ മതി. അല്ല, ഇത് ക്ലോസ് ചെയ്യണോ? അപ്പം ക്ലോസ് ചെയ്യണ്ട, എൻഷോ കൊടുത്തിട്ടേ, എൻഷോ കൊടുത്തിട്ട് ഗൂഗിൾ മീറ്റിന്റെ പേജ് ഇല്ലേ, എന്നിട്ട് റെസ്യൂമോ? റെസ്യൂം പ്രസന്റേഷൻ പ്രസ് ചെയ്താൽ മതി. ദയവായി ആരും പ്രസന്റ് നൗ ബട്ടൺ പ്രസ് ചെയ്യാതെ ഇരിക്കുക. തുടങ്ങാൻ ഗീത. ഓക്കെ. അല്ല, സ്ലൈഡ്സ് വന്നിട്ടില്ല. വന്നു. ഓക്കെ വന്നിട്ടുണ്ട്. ഏത് സ്ലൈഡ് മുതലാണ് പോയത്? ഇവിടെ മുതൽ മതിയോ? ആശ്രിതമായ കൈകാര്യം ചെയ്യൽ, അത് തന്നെ. ഓക്കെ ശരി. ഓക്കെ. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്നത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. ഒരു ട്രക്കിനകത്ത് നമ്മൾ വാഴക്കൊല ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു ചിത്രമാണ്. അത് എത്രത്തോളം അശ്രദ്ധമായിട്ടാണ് നമ്മുടെ വാഴക്കുലകളെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാവും. നേരത്തെ നാം പറഞ്ഞു, പഴങ്ങളും പച്ചക്കറികളും വിളവെടുത്തതിന് ശേഷവും അവയ്ക്ക് ജീവനുണ്ട് എന്നുള്ളത്. അപ്പൊ ഇത്തരത്തിൽ അടുക്കി ഒരു ട്രക്കിനകത്ത് അശ്രദ്ധമായി നിറച്ച് കൊണ്ടുപോകുന്നത് വഴി കേടുപാടുകൾ ഈ പഴത്തിന് സംഭവിക്കുന്നു. ഈ കേടുപാടുകൾ സംഭവിച്ച വാഴപ്പഴമായിരിക്കും പഴുത്തതിന് ശേഷം നമ്മുടെ കൺസ്യൂമറിന്റെ കയ്യിലേക്ക് അല്ലെങ്കിൽ ഉപഭോക്താവിന്റെ കൈകളിലേക്ക് എത്തുന്നത്. അപ്പൊ അത് പലപ്പോഴും നമ്മുടെ കൈകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ, പഴുത്ത് കഴിയുമ്പോൾ, കടയിൽ നിൽക്കുമ്പോൾ നമുക്ക് വളരെ ഭംഗിയുള്ള ഏത്തപ്പഴമായിട്ട് അല്ലെങ്കിൽ വാഴപ്പഴമായിട്ട് തോന്നും. നാം അത് എടുത്ത് അല്ലെങ്കിൽ വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ച് ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് പൂർണ്ണമായിട്ടും, പലപ്പോഴും നമ്മുടെ പഴത്തില് കറുത്ത പാടുകൾ ഉണ്ടാവാനും അത് പിന്നീട് നമുക്ക് അയ്യോ ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് തോന്നി അത് കഴിക്കാതിരിക്കാനുമുള്ള കാരണങ്ങൾ നിരവധിയായിട്ട് വരാറുണ്ട്. അപ്പൊ ഈ നേരത്തെ വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിലേക്ക് എത്തുന്നതിന് മുമ്പ് വരെയുള്ള പല സ്റ്റെപ്പുകളിലും അല്ലെങ്കിൽ പല ഘട്ടങ്ങളിലും അതിനെ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കേടുപാടുകൾ അതിന് ഉണ്ടാകുന്നത്. ഇപ്പം നമുക്ക് ആപ്പിളിന്റെ കാര്യം നോക്കാം. ഇത് കാശ്മീരിൽ നിന്നുള്ള ആപ്പിളാണ്. ഈ ആപ്പിൾ ഇതേപോലെ തന്നെ ട്രക്കുകളിൽ കൂന കൂട്ടിയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ കൂന കൂട്ടി അല്ലെങ്കിൽ അടുക്കി കൊണ്ടുവരുന്ന ആപ്പിളിന്റെ താഴത്തെ ലെയറിൽ ഇരിക്കുന്ന ആപ്പിളിന്റെ അല്ലെങ്കിൽ താഴത്തെ ലെയറിലുള്ള വാഴക്കുലകളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. എത്രമാത്രം പ്രഷർ അല്ലെങ്കിൽ എത്രമാത്രം ഭാരമാണ് അവയുടെ മുകളിലേക്ക് ഉണ്ടാകുന്നത്. ഇത് കൂടാതെ തന്നെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ, ഇപ്പൊ പെട്ടിയിലാണെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ അതിനെ അലക്ഷ്യമായിട്ട് എറിയുക, ഇത്തരത്തിൽ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഇവയ്ക്കെല്ലാം തന്നെ ഡാമേജുകൾ അല്ലെങ്കിൽ ഫിസിക്കൽ ഡാമേജുകൾ, ബാഹ്യമായ ക്ഷതങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ബാഹ്യമായ ക്ഷതങ്ങൾ ഉണ്ടാകുന്നത് പലപ്പോഴും പഴങ്ങൾ പഴുത്ത് കഴിയുമ്പോഴാണ് പ്രകടമായി തീരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അശ്രദ്ധമായ കൈകാര്യം ചെയ്യലുകളിൽ നമ്മുടെ പഴം പച്ചക്കറികളുടെ ഭൂരിഭാഗവും നഷ്ടപ്പെട്ടു പോവുകയും കേടുപാടുകൾ സംഭവിക്കുകയും തന്മൂലം കൂടുതലായിട്ട് സൂക്ഷിപ്പുകാലം അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കാതാവുകയും ചെയ്യുന്നു. ഇനി ഇപ്പുറത്ത് നമ്മുടെ പൈനാപ്പിൾ പറക്കുന്നു, ഫ്ലൈയിങ് പൈനാപ്പിൾ, നമ്മുടെ ഇന്റർനെറ്റിൽ പ്രചരിച്ച ഒരു പടമാണത്. ഫ്ലൈയിങ് പൈനാപ്പിൾ എന്ന തലക്കെട്ടോടു കൂടി തന്നെയാണ്. ഇത് വേറെ എങ്ങുമല്ല, നമ്മുടെ കേരളത്തിലാണ്. മൂവാറ്റുപുഴ സ്ഥലത്ത് ഒരു പൈനാപ്പിൾ കർഷകന്റെ ഫീൽഡിൽ നിന്നും പൈനാപ്പിള് ലോറിയിലേക്ക് കയറ്റുകയാണ്. ആ കർഷകൻ വളരെ ശ്രദ്ധാപൂർവം കൃഷി ചെയ്ത് വിളവെടുത്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ കച്ചവടക്കാരൻ വണ്ടിയിലേക്ക് കയറ്റുന്നതിന്റെ ചിത്രമാണ് നമ്മൾ ഈ ഫ്ലൈയിങ് പൈനാപ്പിൾ എന്ന പരിഹാസത്തോടെ നാം കണ്ടുവന്നിരുന്നത്. കാരണം അത് ലോറിയിലേക്ക് എറിയുകയാണ് ചെയ്യുന്നത്. ആ പൈനാപ്പിൾ ലോറിയിലേക്ക് എറിയുമ്പോൾ എന്തുമാത്രം ക്ഷതം ആ പൈനാപ്പിളിന് ഉണ്ടായിരിക്കും, അത് എത്രമാത്രം കേടുപാടുകൾ അതിന് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ചിന്തിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള അശ്രദ്ധമായ കൈകാര്യം ചെയ്യലുകൾ നമ്മുടെ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും സൂക്ഷിപ്പ് കാലം കുറയ്ക്കുന്നു. അതുപോലെ തന്നെ നാം കർഷകരായാലും ഇത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന കാര്യമാണ്. അതിൽ വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷം അത് മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതോ അത്തരത്തിലാണ്. ഇത് കൂടാതെ തന്നെ കർഷകർ തന്നെ പുരയിടങ്ങളിൽ അല്ലെങ്കിൽ കൃഷിയിടങ്ങളിൽ നിന്നും വിളവെടുത്ത് കഴിഞ്ഞാൽ അത് അടുത്തുള്ള വിപണിയിലേക്കാണ് കൊണ്ടുപോകുന്നത് എങ്കിൽ പോലും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അതൊരു ഓട്ടോറിക്ഷയിലായിരിക്കും കൊണ്ടുപോകുന്നത്. ആ ഓട്ടോറിക്ഷയുടെ ആദ്യത്തെ സീറ്റിൽ വെച്ചിരിക്കും ചിലപ്പോൾ പടവലം ആയിരിക്കും. ആ പടവലത്തിന്റെ മുകളിൽ പാവയ്ക്ക കാണും. ആ പാവയ്ക്കയുടെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത് വാഴക്കൊല ഉണ്ടെങ്കിൽ അത് കാണും.
അതിന്റെ പുറത്ത് ചീര കാണും. ഇതെല്ലാം അടുക്കി 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 അങ്ങ് മുകളിൽ വരെ വെച്ചതിന് ശേഷം അതിന്റെ പുറത്ത് സൈഡിൽ ഒരാൾ ഇരിക്കുകയും ചെയ്യും. അപ്പം ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം കേടുപാടുകൾ അല്ലെങ്കിൽ ക്ഷതങ്ങളായിരിക്കും നമ്മുടെ ജീവനുള്ള ആ പഴങ്ങൾക്കും പച്ചക്കറികൾക്കും നമ്മുടെ അശ്രദ്ധമായ കൈകാര്യം ചെയ്യൽ കൊണ്ട് ഉണ്ടാകുന്നത്. ഇനി അശാസ്ത്രീയമായ സംഭരണവും വിപണനവും. അപ്പൊ നേരത്തെ നാം പറഞ്ഞതുപോലെ തന്നെ സംഭരണം നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവാണ്. അഥവാ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് പലപ്പോഴും ഉപയോഗപ്പെടുത്താറുമില്ല. ഇത്തരത്തിൽ മൂടിക്കെട്ടിയ ട്രക്കിനകത്തേക്ക് നമ്മുടെ പഴങ്ങളും പച്ചക്കറികളും കൊണ്ടുപോകുമ്പോഴേക്കും അതിനുള്ളിലുള്ള ചൂട് കൂടുതലായിട്ടുണ്ടാവുകയും തന്മൂലം അത് നശിച്ചു പോകാൻ ഉള്ള സാധ്യത വളരെ കൂടുതലുമാണ്. അപ്പൊ എപ്പോഴായാലും നാം ട്രാൻസ്പോർട്ടേഷന്റെ സമയത്തും സംഭരിക്കുന്ന സമയത്തും കൂടുതലായിട്ടും വായു സഞ്ചാരം ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി താഴെ കാണുന്നത് നമ്മുടെ പൈനാപ്പിൾ ആണ്. നമ്മുടെ പൈനാപ്പിൾ സംഭരിച്ച് വെച്ച് വിപണനം നടത്താനായിട്ട് വെച്ചിരിക്കുകയാണ്. നമ്മുടെ സംഭരണം ഇത്തരത്തിൽ റോഡ് വക്കുകളിലോ അല്ലെങ്കിൽ കടയുടെ സൈഡിലോ കൂട്ടിയിട്ടാണ് നമ്മൾ സംഭരിക്കുന്നത്. ഇത്തരം സംഭരിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ആണ് പിന്നീട് ചെറുകിട കച്ചവടക്കാർ ഇവിടെ നിന്ന് കൊണ്ടുപോയി മറ്റുള്ളവരിലേക്ക് വിപണനം നടത്തുന്നത്. പിന്നീടുള്ള വിപണനം നമ്മൾ കടയിൽ കാണുന്നത് ഇത്തരത്തിൽ പല തരത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും ഒരുമിച്ച് ചേർത്ത് നാം വിപണനം ചെയ്യുന്നു. അത് പലപ്പോഴും ഒരു ഉൽപ്പന്നത്തിന് ഉണ്ടാകുന്ന എഥിലിൻ അല്ലെങ്കിൽ റൈപ്പനിങ് ഹോർമോൺ എന്ന് പറയും. ആ എഥിലിൻ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നത് മറ്റേ ഉൽപ്പന്നം കൂടുതലായിട്ട് പഴുക്കുന്നതിനും അതുപോലെ തന്നെ അതിന്റെ സൂക്ഷിപ്പ് കാലം കുറയ്ക്കുന്നതിനും കാരണമാക്കാറുണ്ട്. പിന്നീടുള്ള ഒരു കാര്യം, പലപ്പോഴും നാം റീറ്റെയിൽ അല്ലെങ്കിൽ ചെറിയ കടകളിൽ നോക്കിക്കഴിഞ്ഞാൽ പഴങ്ങളും പച്ചക്കറികളും വിൽക്കുന്നത് പലപ്പോഴും കടയുടെ വെളിയിലായിരിക്കും. കടയുടെ വെളിയിൽ ഇതേപോലെ അറേഞ്ച് ചെയ്തായിരിക്കും വെച്ചിരിക്കുന്നത്. അപ്പം ഈ കടയുടെ വെളിയില് ദിവസം മുഴുവനുള്ള വെയിലും അതുപോലെ തന്നെ മഴയുണ്ടെങ്കിൽ മഴയും, പലപ്പോഴും മഴ വരുമ്പോൾ എടുത്തകത്ത് വെക്കും, പക്ഷെ വെയിലിനെ ആരും തന്നെ കാര്യമായി ശ്രദ്ധിക്കാറില്ല. അപ്പൊ ഇത്തരത്തിൽ വെയിൽ ഏറ്റ് പകൽ മുഴുവൻ ഇരിക്കുന്ന പഴങ്ങളുടെയും പച്ചക്കറികളുടെയും കാര്യമെന്ന് ആലോചിച്ചു നോക്കൂ. ഇത്തരത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളുടെയും സൂക്ഷിപ്പുകാലം കുറയുകയും അവ കൂടുതലായിട്ടും നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാവുകയും ചെയ്യുന്നു. അപ്പൊ ഇത്തരത്തിൽ അശാസ്ത്രീയമായ സംഭരണവും വിപണനവും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ നഷ്ടപ്പെടുത്തുന്നതിന് കാരണമാക്കുന്നു. ഇത് നമ്മൾ പലപ്പോഴും നമ്മുടെ പത്രങ്ങളിൽ കാണുന്നതാണ്. ഒരു സ്ഥലത്ത്, അതായത് ബാംഗ്ലൂരില്, കർണാടകയില് തക്കാളി കർഷകര് അവർക്ക് തക്കാളിക്ക് 1 രൂപ പോലും കിലോയ്ക്ക് കിട്ടാത്തത് കൊണ്ട് എല്ലാം വിളവെടുത്ത് റോഡിലേക്കിട്ട് പ്രതിഷേധിക്കുകയും അവർ നശിപ്പിച്ചു കളയുകയും ചെയ്യുകയാണ്. അപ്പൊ അവർക്ക് 1 കിലോയ്ക്ക് 1 രൂപ പോലും കിട്ടാത്ത അവസരങ്ങളിൽ പോലും നമുക്ക് കേരളത്തിൽ, തൊട്ടടുത്ത സംസ്ഥാനമായ നമ്മുടെ കേരളത്തിൽ, നമുക്ക് തക്കാളിയുടെ വില പലപ്പോഴും 25 രൂപ അല്ലെങ്കിൽ 30 രൂപയായിരിക്കും. അപ്പം ആ ഒരു അവസ്ഥ നമുക്ക് ഇന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേപോലെ തന്നെ പല ഉൽപ്പന്നങ്ങൾക്ക് നമുക്ക് കാണാം. ഉള്ളിക്കായാലും കാണാം, ഉരുളൻകിഴങ്ങിനായാലും കാണാം, ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുകയും അവിടെ വില ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസരങ്ങളിൽ മറ്റു പല സ്ഥലങ്ങളിലും ഇതിന്റെ ലഭ്യതക്കുറവ് കാണുകയും വില ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നു. അപ്പൊ അവിടെയാണ് നമ്മുടെ ശാസ്ത്രീയമായ സംഭരണവും വിപണനവും നടത്തിയെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള അവസ്ഥാവിശേഷത്തിന് പരിഹാരം ആകുകയുള്ളൂ. ഇത് അടുത്തിടയ്ക്ക് നമ്മുടെ കോവിഡ് ആയതുകൊണ്ട് നമുക്ക് സംഭരിക്കാനും വിപണനം നടത്താനും സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും തക്കാളി കർണാടകയിലെ കർഷകർ ഉൽപ്പാദിപ്പിച്ചു. ഒരു പരിധിവരെ ഇവയെ സംഭരണം നടത്താനുള്ള ഒരു സൗകര്യം കർണാടകയിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇത്രയുമാണ് നാം ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പഴങ്ങളും പച്ചക്കറികളും വിളവെടുത്തതിന് ശേഷം കൂടുതലായിട്ടും എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു എന്നുള്ളതിന്റെ കാരണങ്ങളാണ് നാം ഇതുവരെ കണ്ടത്. കാരണം പഴങ്ങളും പച്ചക്കറികളും വിളവെടുപ്പിന് ശേഷവും ജീവനുള്ളവയാണ്. അവയിൽ എല്ലാത്തരം ജീവൽ പ്രവർത്തനങ്ങളും നടന്നു വരുന്നുണ്ട്. അതേപോലെ തന്നെ കൂടുതലായി ജലാംശം അടങ്ങിയിരിക്കുന്നു. കൂടുതലായി ജലാംശം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് സൂക്ഷിപ്പ് കാലം വളരെ കുറവാണ്. ജലാംശം ഉള്ളത് കൊണ്ട് അണുക്കളുടെ പ്രവർത്തനം, ബാക്ടീരിയകളായാലും ഫംഗസുകളായാലും അവയുടെ പ്രവർത്തനം വളരെയധികം വേഗത്തിൽ നടക്കുന്നു. അതുകൊണ്ട് തന്നെ സൂക്ഷിപ്പ് കാലം കുറയുകയും ചെയ്യുന്നു. അപ്പൊ ഈ കാരണങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇത്തരത്തിലുണ്ടാകുന്ന വിളവെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന നഷ്ടം എങ്ങനെ കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതിനകത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് വിളവെടുക്കുന്ന കായ്കളുടെ മൂപ്പ് അല്ലെങ്കിൽ പാകം, കൃത്യമായ മൂപ്പിലും കൃത്യമായ പാകത്തിലും വിളവെടുക്കുക എന്നുള്ളതാണ്.
രണ്ടാമത് വിളവെടുക്കുന്ന സമയം. എപ്പോഴാണ് നമ്മൾ വിളവെടുക്കേണ്ടത്? കൃത്യമായ ഏത് സമയത്ത് വിളവെടുത്താലാണ് നമുക്ക് കൂടുതൽ നാൾ നമ്മുടെ കായ്കനികൾ സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കുന്നത്? വിളവെടുക്കുന്ന രീതി, ഏത് രീതിയിൽ നമുക്ക് വിളവെടുക്കണം? പിന്നീട് വിളവെടുപ്പിന് ശേഷം എന്തൊക്കെ പരിചരണ മുറകളാണ് നാം അനുവർത്തിക്കേണ്ടത്? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. ഇനി വിളവെടുപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ കൃത്യമായ മൂപ്പിൽ വിളവെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കായാലും കർഷകർക്കായാലും വിളവെടുക്കുന്നതിനെ പറ്റി കൂടുതലായി നാം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ബൈ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അവർക്ക് വർഷങ്ങളായിട്ടുള്ള പരിചയത്തിൽ നിന്ന് തന്നെ ഏത് വിള എപ്പം വിളവെടുക്കണം എന്നുള്ളതിനെ പറ്റി കൃത്യമായ ധാരണ ഉണ്ടാവും. എന്നാലും പലപ്പോഴും നാം വിളവെടുക്കേണ്ടത് സമയം ചിലപ്പോൾ മൂപ്പ് കൂടി പോകാറുണ്ട്, ചിലപ്പോൾ മൂപ്പ് കുറഞ്ഞു പോകാറുണ്ട്. മൂപ്പ് കൂടിയാലും കുഴപ്പമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ കൃത്യമായ മൂപ്പിൽ തന്നെ വിളവെടുത്തെങ്കിൽ മാത്രമേ ഈ കായ്കനികളെ നമുക്ക് കൂടുതൽ നാള് സൂക്ഷിച്ചു വെക്കുന്നതിനായിട്ട് സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ മാർക്കറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ വിപണി അനുസരിച്ച് വിളവെടുക്കുന്നതിനായിട്ടും ശ്രദ്ധിക്കുക. ഇനി തക്കാളിയുടെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. തക്കാളി ആണെന്നുണ്ടെങ്കിൽ, ഞാനൊരു ഉദാഹരണത്തിന് എടുത്തു എന്നുള്ളതേ ഉള്ളൂ. തക്കാളി ആണെന്നുണ്ടെങ്കിൽ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ 6 സ്റ്റേജുകളിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. തൊട്ടടുത്ത ചന്തയിലേക്ക് അല്ലെങ്കിൽ തൊട്ടടുത്ത വിപണിയിലേക്ക് കൊടുക്കാനാണ്, അന്ന് 1-2 ദിവസത്തിനുള്ളിൽ അത് ഉപയോഗിച്ച് തീർക്കാനാണെങ്കിൽ നമുക്ക് 6ാമത്തെ സ്റ്റേജിൽ, അതായത് നന്നായി പഴുത്ത തക്കാളി നമുക്ക് വിളവെടുക്കാം. അതല്ല, കുറച്ച് നാളത്തേക്ക് കൂടുതൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അത് 4ാമത്തെ സ്റ്റേജിൽ എടുക്കാം. ദൂര സ്ഥലങ്ങളിലേക്കാണ് നമ്മുടെ തക്കാളി കൊണ്ടുപോകേണ്ടതെങ്കിൽ ഒന്നുകിൽ സ്റ്റേജ് 2-ലോ സ്റ്റേജ് 3-ലോ, അതായത് അതിന്റെ പച്ച നിറം മാറി മഞ്ഞ നിറമാകുന്ന അവസ്ഥയിൽ നമുക്ക് വിളവെടുക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പൊ ഇത്തരത്തിൽ വിളവെടുക്കുന്ന തക്കാളി ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ കഴിഞ്ഞ് അല്ലെങ്കിൽ ദൂര സ്ഥലങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് നന്നായിട്ട് നിറം വെച്ച് നല്ല അട്രാക്റ്റീവായിട്ട് തീരുകയുള്ളൂ. അപ്പൊ ഇതാണ് തക്കാളിയുടെ കാര്യം. ഇനി പയറാണെങ്കിൽ എപ്പോൾ വിളവെടുക്കണം? പയർ മൂപ്പെത്തി നാര് വെക്കുന്നതിന് മുമ്പ് ഇളം പ്രായത്തിലാണ് നാം വിളവെടുക്കേണ്ടത്. ഇനി വെണ്ടയാണെങ്കിൽ വെണ്ട പൂർണ്ണ വളർച്ചയെത്തിയ കായ്കൾ നാര് വെക്കുന്നതിന് മുമ്പായി ഒന്നിടവിട്ട ദിവസങ്ങളിൽ വിളവെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം വെണ്ടയുടെ ഒരു പ്രധാന കാരണം, വെണ്ട വിളവെടുത്ത് കഴിഞ്ഞാലും അത് ഇരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാം സൂക്ഷിച്ചു വെക്കുന്നതോടൊപ്പം തന്നെ അത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനകത്ത് നാര് കൂടുതലായിട്ട് വെക്കുന്നു. അതായത് നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞും കൂടുതൽ ദിവസം വെച്ച് കഴിഞ്ഞാൽ അതിൽ നാര് കൂടുതലായിട്ട് ഉണ്ടാവുകയും അത് ഭക്ഷ്യയോഗ്യമല്ലാതാവുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നാര് വെക്കുന്നതിന് മുമ്പായിട്ട് ഒന്നിടവിട്ട ദിവസങ്ങളിൽ തന്നെ വിളവെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏത്തക്ക അല്ലെങ്കിൽ വാഴപ്പഴമാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ സാധാരണഗതിയിൽ വാഴപ്പഴം വിളവെടുക്കുന്നത് അതിന്റെ കായ്കൾ ഉരുണ്ടു തുടങ്ങുമ്പോഴാണ്. കായ്കൾക്ക് നല്ല വലിപ്പം വെച്ച് ഉരുണ്ടു തുടങ്ങുന്ന സമയത്താണ് നാം വിളവെടുക്കേണ്ടത്. ചിത്രത്തിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം, അതിന്റെ ആംഗുലാരിറ്റി അല്ലെങ്കിൽ അതിന്റെ കായുടെ ഉരുൾച്ച അനുസരിച്ചിട്ടാണ് നമ്മൾ വിളവെടുക്കുന്നത്. അപ്പൊ അടുത്തുള്ള ചന്തകളിലേക്കോ അല്ലെങ്കിൽ കൂടുതൽ നാളത്തേക്ക് സൂക്ഷിച്ചു വെക്കേണ്ട എങ്കിൽ നമുക്ക് കായകൾ പൂർണ്ണമായും ഉരുണ്ട് കഴിയുമ്പോഴേക്ക് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇനി എക്സ്പോർട്ടിനോ അല്ലെങ്കിൽ ദൂരെയുള്ള സ്ഥലങ്ങളിലേക്കാണോ കയറ്റി അയക്കുന്നതെന്നുണ്ടെങ്കിൽ 85% മെച്യൂരിറ്റിയിൽ അല്ലെങ്കിൽ 85% മൂപ്പില് നമുക്ക് വിളവെടുത്താൽ മതിയാകും. അപ്പൊ കൂടുതലായിട്ടും നമുക്ക് കൂടുതൽ സൂക്ഷിച്ചു വെക്കുന്നതിനും അതിന്റെ ഗുണനിലവാരം ഒട്ടും തന്നെ കുറയാതെ സൂക്ഷിപ്പ് കാലം കൂട്ടുന്നതിന് നമുക്ക് ഇത്തരത്തിലുള്ള വിളവെടുപ്പ് അല്ലെങ്കിൽ വിളവെടുക്കുന്ന മൂപ്പ് ക്രമീകരിച്ചുകൊണ്ട് സാധിക്കും. പിന്നീടുള്ളത് വിളവെടുക്കേണ്ട സമയത്തെ പറ്റിയാണ്. എപ്പോഴാണ് നാം വിളവെടുക്കേണ്ടത് എന്നാണ്. സാധാരണഗതിയിൽ കർഷകരോട് ചോദിച്ചു കഴിഞ്ഞാൽ കർഷകർ വിളവെടുക്കും, ഒന്നുകിൽ രാവിലെ വിളവെടുക്കും അല്ലെങ്കിൽ വൈകിട്ട് വിളവെടുക്കും. പക്ഷെ ചിലരൊക്കെ എപ്പോ വേണമെങ്കിലും വിളവെടുക്കും. ഒരു 11 മണി സമയത്തും വിളവെടുപ്പ് നടക്കുന്നത് കണ്ടിട്ടുണ്ട്. 12 മണി സമയമായാലും വിളവെടുപ്പ് നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ വിളവെടുക്കേണ്ട സമയം പ്രധാനമായിട്ടും സൂര്യന്റെ താപം കുറഞ്ഞിരിക്കുന്ന അവസരങ്ങൾ, അതായത് ഈ ചിത്രത്തിൽ കാണാം സൂര്യൻ വളരെ ദേഷ്യപ്പെട്ട് കോപാകുലനായിട്ടിരിക്കുകയാണ്. അത് നന്നായിട്ട് ചൂട് ഉള്ള സമയമാണ്. അപ്പൊ അത്തരമുള്ള അവസരങ്ങളിൽ വിളവെടുക്കരുത്. ഒന്നുകിൽ രാവിലെ, അതല്ല എങ്കിൽ വെയിൽ മാറി വൈകുന്നേരങ്ങളിൽ വേണം വിളവെടുക്കാനായി. അത് പ്രധാനമായിട്ടും കൂടുതലായി വെയിലുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ ചൂട് കൂടുതലുള്ള സമയങ്ങളിൽ വിളവെടുക്കുകയാണെങ്കിൽ നമ്മുടെ പഴങ്ങളിലും പച്ചക്കറികളിലുമുള്ള ജീവൽ പ്രവർത്തനങ്ങളുടെ തോത് വളരെയധികം കൂടുകയും അത് സൂക്ഷിപ്പ് കാലം കുറയ്ക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നാം വിളവെടുക്കേണ്ട സമയം ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട്.
ഇനി എപ്പോഴാണ് രാവിലെ വിളവെടുക്കേണ്ടത്? നമുക്ക് അടുത്തുള്ള മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ വിപണിയിലേക്കാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കേണ്ടത് എങ്കിൽ നമുക്ക് അത് രാവിലെ വിളവെടുത്ത് രാവിലെ നമുക്ക് വിപണിയിൽ എത്തിക്കാം. അതേസമയം നമുക്ക് ദൂര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് നമ്മുടെ ഉൽപ്പന്നം വിളവെടുക്കുന്നത് എങ്കിൽ വൈകുന്നേരങ്ങളിൽ വിളവെടുക്കുന്നതായിരിക്കും ഉത്തമം. അപ്പൊ അത്തരത്തിൽ വൈകുന്നേരങ്ങളിൽ വിളവെടുത്ത ഉൽപ്പന്നങ്ങളെ നമുക്ക് പരിചരണം നടത്തി രാത്രികാലങ്ങളിൽ അത് ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൃത്യമായ സ്ഥലത്തേക്ക് എത്തിക്കുന്നതിനായിട്ട് സാധിക്കും. അതുകൊണ്ട് വിളവെടുക്കേണ്ട സമയം നാം വളരെയധികം ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ്. ഈവൻ കർഷകരല്ല, നമ്മുടെ വീട്ടിലെ കൃഷിയാണെങ്കിൽ പോലും നാം വിളവെടുക്കുന്നത് ശ്രദ്ധിക്കുക. രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ വിളവെടുക്കുന്നതിന് ശ്രദ്ധിക്കുക. ആ സമയത്ത് ഉപാപചയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഉപാപചയ പ്രവർത്തനങ്ങളുടെ തോത് എത്രത്തോളം നമ്മൾ കുറയ്ക്കുന്നുവോ അത്രത്തോളം അതിന്റെ സൂക്ഷിപ്പുകാലം കൂട്ടുന്നതിന് സഹായകമായിരിക്കും. പിന്നീടുള്ളത് വിളവെടുക്കേണ്ട രീതിയാണ്. വിളവെടുക്കേണ്ടത് രീതി പലപ്പോഴും നാം അത് അത്രയധികം ശ്രദ്ധയൊന്നും അധികം കൊടുക്കാറില്ല. വിളവെടുക്കേണ്ടത് എപ്പോഴും ഉൽപ്പന്നങ്ങൾക്ക് പരിക്കേൽക്കാത്ത രീതിയിൽ വേണം വിളവെടുക്കേണ്ടത്. ഇപ്പൊ എത്രത്തോളം ക്ഷതങ്ങൾ നമ്മുടെ പഴങ്ങളിലും പച്ചക്കറികളിലും വിളവെടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്നുവോ അത്രത്തോളം അതിന് കേടുപാടുകൾ അല്ലെങ്കിൽ സൂക്ഷിപ്പുകാലം കുറയുന്നതായിട്ടും അതേപോലെ തന്നെ ഉൽപ്പന്നം നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടും കാണാം. ഇപ്പൊ നമ്മൾ ഗുണനിലവാരം എന്ന് പറയുമ്പോൾ അത് ചീഞ്ഞു പോവുക എന്നത് മാത്രമല്ല, അതിന്റെ നിറം അല്ലെങ്കിൽ അതിന്റെ ആകർഷണീയത ഇവയെല്ലാം തന്നെ അതിനെ ബാധിക്കുന്നവയാണ്. അതുകൊണ്ട് ഉൽപ്പന്നങ്ങൾ വിളവെടുക്കുമ്പോൾ കൃത്യമായും നല്ല രീതിയിലും വിളവെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. മാമ്പഴത്തിന്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മാങ്ങയാണെങ്കിൽ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരാള് മരത്തിൽ കയറി കമ്പുകൊണ്ട് അടിച്ചിടുകയാണ്, അല്ലെങ്കിൽ താഴെ നിന്ന് തല്ലിയിടുകയാണ്. അപ്പൊ തല്ലി അടിച്ച് അത് താഴേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. അപ്പൊ രണ്ട് തരത്തിലുള്ള ക്ഷതങ്ങൾ അവിടെ ഉണ്ടാവും. ഒന്ന് തല്ലുന്നത് കൊണ്ടോ, ഒരു പക്ഷെ കമ്പിലോ അല്ലെങ്കിൽ മാങ്ങയിലോ തന്നെ ചിലപ്പം തല്ലാറുണ്ട്. അപ്പൊ അത്തരത്തിൽ തല്ലുന്നത് കൊണ്ടുള്ള ക്ഷതങ്ങളും അതേപോലെ തന്നെ മണ്ണിലേക്ക് മുകളിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ അല്ലെ മണ്ണിലേക്ക് വീഴുമ്പോൾ ആ മാങ്ങയ്ക്ക് ഉണ്ടാകുന്ന ക്ഷതങ്ങളും, അതുകൂടാതെ തന്നെ മണ്ണിലുണ്ടാകുന്ന അണുക്കൾ, കാരണം മണ്ണിലാണല്ലോ ഇത് വീണിരിക്കുന്നത്. അപ്പൊ മണ്ണിലുണ്ടാകുന്ന അണുക്കൾ മാങ്ങയിൽ പറ്റിപ്പിടിച്ചിരിക്കുകയും അത് പിന്നീട് സംഭരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കുന്ന സമയത്ത് പ്രവർത്തിച്ച് കേടുപാടുകൾ അല്ലെങ്കിൽ ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു. അപ്പൊ ഇത്തരത്തിൽ വളരെ ശ്രദ്ധാപൂർവം വേണം നമുക്ക് വിളവെടുക്കേണ്ടത്. അതിനായി വല ഘടിപ്പിച്ച തോട്ടികൾ നമുക്ക് ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ഇത്തരത്തിലുള്ള വലത്തോട്ടികൾ ഉപയോഗിച്ച് മാങ്ങയെ താഴേക്ക് വീഴാതെ കേടുപാടുകൾ അല്ലെങ്കിൽ ക്ഷതങ്ങൾ ഒന്നും ഇല്ലാതെ തന്നെ വളരെ ശ്രദ്ധാപൂർവം വലത്തോട്ട് ഉപയോഗിച്ച് വിളവെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇത്തരത്തിൽ പഴങ്ങളെല്ലാം വിളവെടുക്കുന്നതിന് അതിൻ്റെതായ പ്രത്യേക തരത്തിലുള്ള വലത്തോട്ടുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. വിപണിയിൽ അല്ലെങ്കിൽ കടകളിൽ ലഭ്യമല്ല എങ്കിൽ പോലും ഇപ്പൊ എല്ലാവരും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ അല്ലെങ്കിൽ ഓൺലൈനിൽ കൂടെ സാധനങ്ങൾ ആമസോണിൽ കൂടെ ആയാലും ഫ്ലിപ്കാർട്ടിൽ കൂടെ ആയാലും എല്ലാം സാധനങ്ങൾ വാങ്ങിക്കുന്നവരാണ്. ഇത്തരത്തിൽ ആമസോണിലും ബാക്കിയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഇത്തരത്തിലുള്ള വലത്തോട്ടുകൾ നമുക്ക് ലഭ്യമാണ്. അപ്പൊ ഇവ ഉപയോഗിച്ച് ഉൽപ്പന്നത്തിന് അല്ലെങ്കിൽ നമ്മുടെ പഴങ്ങൾക്ക് കേടുപാടുകൾ ക്ഷതങ്ങൾ ഇല്ലാതെ തന്നെ ശ്രദ്ധാപൂർവം വിളവെടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. പിന്നീട് പച്ചക്കറികൾ വിളവെടുക്കുന്ന സമയത്ത് പലപ്പോഴും നാം വെണ്ടയ്ക്ക എടുക്കുന്നത് ഇങ്ങനെ പിരിച്ചൊക്കെ എടുക്കുമ്പോഴേക്ക് നമ്മുടെ ചെടികൾക്കും ക്ഷതങ്ങൾ സംഭവിക്കാറുണ്ട്. അതേപോലെ തന്നെ പാവലായാലും പടവലമായാലും എല്ലാം തന്നെ മുളകും എല്ലാം ഇങ്ങനെ പറിച്ചെടുക്കുമ്പോഴത്തേക്ക് ചെടികൾക്കും അതേപോലെ തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്കും ക്ഷതങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് വിളവെടുക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം ചെടിക്കും അതേപോലെ തന്നെ നമ്മുടെ കായ്കൾക്കും യാതൊരു ക്ഷതവും ഏൽക്കാത്ത രീതിയിൽ വേണം നാം വിളവെടുക്കേണ്ടത്. അപ്പൊ ഇത്തരത്തിൽ വിളവെടുക്കുന്ന കാര്യങ്ങളും നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇനി വിളവെടുപ്പിന് ശേഷമുള്ള പരിചരണ മുറകളെ പറ്റി നമുക്ക് നോക്കാം. അപ്പൊ വിളവെടുപ്പിന് ശേഷമുള്ള പരിചരണ മുറകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1 തണുപ്പിക്കൽ, 2 തരംതിരിക്കൽ, 3 പാക്കേജിംഗ്, പിന്നീടുള്ളത് ട്രാൻസ്പോർട്ടേഷൻ, സംഭരണം, വിപണനം. ഇത്രയുമാണ് വിളവെടുപ്പിന് ശേഷമുള്ള പരിചരണ മുറകൾ.
ഇനി ഈ പരിചരണ മുറകളെല്ലാം അനുവർത്തിച്ചുകൊണ്ട് നാം നമ്മുടെ ഉൽപ്പന്നത്തിന് വില കൂടുതൽ ലഭ്യമായെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള പരിചരണം കൊണ്ട് പ്രയോജനമുള്ളൂ. അതല്ല നമ്മൾ എടുത്തു അടുത്തുള്ള ചന്തയിൽ അല്ലെങ്കിൽ ലോക്കൽ മാർക്കറ്റിൽ വിൽക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മൾ കൃത്യമായ സമയത്ത് വിളവെടുക്കുകയും കൃത്യമായ മൂപ്പിൽ വിളവെടുക്കുകയും അത് പരിക്കേൽപ്പിക്കാതെ വിപണനം നടത്തുകയും ചെയ്താൽ മതിയാവും. അതേസമയം നമ്മുടെ ഉൽപ്പന്നം ഒരു സൂപ്പർ മാർക്കറ്റിലേക്കോ അതല്ല ദൂരെയുള്ള സ്ഥലങ്ങളിലേക്കോ അതല്ല എക്സ്പോർട്ട് മാർക്കറ്റിലേക്കോ പോകണമെങ്കിൽ നമ്മുടെ ഉൽപ്പന്നത്തിന് പരിചരണം ആവശ്യമാണ്, വൃത്തിയായ ഒരുക്കലുകൾ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ അത് കൂടുതൽ കാലം സൂക്ഷിച്ചു വെക്കുവാനും അത് ഗുണനിലവാരത്തോടെ അല്ലെങ്കിൽ ഗുണമേന്മയോടെ നോക്കാം. ഓരോ ഘട്ടങ്ങളായിട്ട് നമുക്ക് നോക്കാം. അപ്പൊ വിളവെടുത്തു കഴിഞ്ഞു നമ്മളിപ്പോൾ. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് തണുപ്പിക്കലാണ്. അപ്പൊ വൃത്തിയാക്കലും തണുപ്പിക്കലും നമുക്ക് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. വിളവെടുത്തതിന് ശേഷം പഴങ്ങളിലും പച്ചക്കറികളെയും അതിന്റെ എന്താണ് മണ്ണും അതുപോലെ പറ്റിയിരിക്കുന്ന അഴുക്കും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കണം. അതേപോലെ തന്നെ അതിനെ തണുപ്പിക്കുകയും വേണം. എന്തുകൊണ്ടാണ് തണുപ്പിക്കുന്നത്? നാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഴങ്ങളും പച്ചക്കറികളിലും ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. തന്മൂലം കൂടുതലായിട്ടുള്ള ചൂട് അതിനകത്ത് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇത്തരത്തിൽ പഴങ്ങളിലും പച്ചക്കറികളിലും വിളവെടുക്കുന്ന സമയത്തുണ്ടാകുന്ന ചൂടിനെ കുറയ്ക്കുന്നതിന് തണുപ്പിക്കൽ മാർഗം വളരെയധികം സഹായകമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉൽപ്പന്നങ്ങളുടെ സൂക്ഷിപ്പ് കാലം കൂട്ടുവാനും സാധിക്കും. അപ്പൊ ഇത്തരത്തിൽ വിളവെടുപ്പിന് ശേഷം നാം നമ്മുടെ ഉൽപ്പന്നങ്ങളെ തണുപ്പിക്കുന്നത് നല്ലതാണ്. ഈ ചിത്രത്തിൽ കാണുന്നത് വാഴപ്പഴം എക്സ്പോർട്ട് പോകുന്നതോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു വരുന്ന വാഴപ്പഴം കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതെല്ലാം തന്നെ നമ്മുടെ തമിഴ്നാട്ടിലെ തേനിയിൽ നിന്നും അതുപോലെയുള്ള ബനാനയുടെ അല്ലെങ്കിൽ വാഴപ്പഴത്തിന്റെ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ശൃംഖലകളിൽ കൂടെ നമുക്ക് എത്തുന്നതാണ്. അപ്പൊ അവിടെയെല്ലാം ഈ തണുപ്പിക്കൽ പ്രക്രിയ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രക്രിയയായിട്ട് തന്നെ നടന്നു വരുന്നുണ്ട്. അപ്പൊ തണുപ്പിക്കൽ പ്രക്രിയ നടത്തണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നാം വെള്ളത്തിൽ മുക്കിവെച്ചോ അതല്ലെങ്കിൽ താഴത്തെ ചിത്രത്തിൽ കാണുന്ന പോലെ വെള്ളം സ്പ്രേ ചെയ്തോ നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ചൂട് കുറയ്ക്കുന്നതിനും അതേപോലെ തന്നെ തണുപ്പിക്കുന്നതിനും സഹായകമാകും. ഇനി ഇതൊന്നുമില്ല എങ്കിൽ പോലും പലപ്പോഴും നാം വിളവെടുത്തതിന് ശേഷം ഉൽപ്പന്നങ്ങളെ വെയിലത്ത് തന്നെ വെക്കുകയാണ് പതിവ്. അപ്പൊ അത് ഒഴിവാക്കിക്കൊണ്ട് വിളവെടുത്തതിന് ശേഷം ഉൽപ്പന്നങ്ങളെ തണലിൽ സൂക്ഷിക്കുക. തണലിൽ സൂക്ഷിക്കുന്നതും തണുത്ത വെള്ളത്തിൽ കഴുകി വെള്ളം വാർത്തെടുക്കുന്നതും ഇതിന്റെ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും സൂക്ഷിപ്പ് കാലം കൂട്ടുന്നതിന് സഹായകമാകും. പക്ഷെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നാം ഇവയെ കഴുകിയെടുക്കുമ്പോൾ വെള്ളത്തിൽ കഴുകിയെടുക്കുമ്പോൾ വെള്ളം നന്നായിട്ട് വാർന്നു പോയി എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. കാരണം കൂടുതലായി വെള്ളം അതല്ലെങ്കിൽ പോലും പഴങ്ങളിലും പച്ചക്കറികളിലും കൂടുതലായി ജലാംശമുണ്ട്. ഇത് കൂടാതെ നമ്മുടെ ഇതിന്റെ പുറത്ത് ജലാംശം കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ അണുജീവികളുടെ പ്രവർത്തനം കൂടുതലായിട്ടുണ്ടാവുകയും അവയ്ക്ക് ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വെള്ളത്തിൽ കൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തണുപ്പിക്കൽ മാർഗം അവലംബിക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം പൂർണ്ണമായും മാറിപ്പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. പിന്നീടുള്ളതാണ് തരംതിരിക്കൽ. അപ്പൊ തരംതിരിക്കൽ ഉൽപ്പന്നത്തിൽ നിന്നും കേടുവന്നത്, പൊട്ടിയത്, ചതഞ്ഞത്, കീടബാധയുള്ളത് ഇവയെല്ലാം തിരഞ്ഞു മാറ്റുന്നതിനെയാണ് നാം തരംതിരിക്കൽ എന്ന് പറയുന്നത്. അപ്പം ഒരു തോട്ടത്തിൽ നിന്ന് നാം പറിച്ചെടുക്കുന്ന മാങ്ങ അല്ലെങ്കിൽ വാഴപ്പഴം അതിനെ പടലകളാക്കി അറക്കുകയാണെങ്കിൽ, അതല്ല എന്നുണ്ടെങ്കിൽ മാങ്ങയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ പലപ്പോഴും അതിനകത്ത് പല കേടുപാടുകൾ വന്നത് പഴങ്ങളും അതിനകത്ത് ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ലോട്ടിൽ ഒരു പൊട്ടിയ മാങ്ങ ഇരുന്നാൽ മതി, അത് പെട്ടെന്ന് തന്നെ നശിച്ചു പോവുകയും ചീഞ്ഞു പോവുകയും അതിനോട് ചേർന്നിരിക്കുന്ന പഴങ്ങളെ ചീയുന്നതിന് കാരണമാക്കുകയും പിന്നീട് ആ ലോട്ട് മൊത്തം അല്ലെങ്കിൽ ആ ഒരു കൂന മുഴുവനായിട്ടും നശിച്ചു പോകുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. അപ്പൊ ഇത്തരത്തിൽ കേടുവന്നതും പൊട്ടിയതും കീടരോഗബാധയുള്ള പഴങ്ങളും തിരഞ്ഞു മാറ്റുന്നതിനെയാണ് നാം തരംതിരിക്കലെന്ന് പറയുന്നത്. അത് ഒരു പക്ഷേ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ മാനുവലായിട്ട് അല്ലെങ്കിൽ ആൾക്കാർ ഇരുന്ന് നോക്കിയെടുത്ത് തരംതിരിക്കുന്നുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്നത് പോലെ കൺവെയർ ബെൽറ്റിൽ കൂടെ പഴങ്ങളെ കടത്തിവിട്ടുകൊണ്ട് വളരെ വേഗത്തിൽ നമുക്ക്
തരംതിരിക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ തരംതിരിക്കുന്നത് ഒരുപക്ഷെ ഈ പപ്പായയുടെ തന്നെ മൂപ്പിനനുസരിച്ച്, കളർ ചാർട്ടിനനുസരിച്ച് തരംതിരിക്കാം. ഇത് കൂടാതെ തന്നെ പലതരത്തിലുള്ള മാർഗങ്ങളിൽ കൂടിയും നമുക്ക് ഈ കേടുവന്നതും അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞത്, ഗുണനിലവാരം കുറഞ്ഞതിനെ തരംതിരിക്കുന്നതിന് സാധിക്കും. ഇനി ഗ്രേഡിങ്ങും ഒരു തരത്തിലുള്ള തരംതിരിക്കൽ തന്നെയാണ്. നേരത്തെ തരംതിരിക്കൽ എന്ന് നാം പറഞ്ഞതിൽ പ്രധാനമായിട്ടും പൊട്ടിയതും കേടുവന്നതും അല്ലെങ്കിൽ കീടബാധ ഉള്ളതുമാണ് നാം തിരഞ്ഞു മാറ്റുന്നത്. ഇവിടെ ഗ്രേഡിങ്ങിൽ നാം ഉൽപ്പന്നത്തിന്റെ വലിപ്പം, നിറം, ആകൃതി, മൂപ്പ് എന്നിവ അടിസ്ഥാനമാക്കി തരംതിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഓരോ ക്വാളിറ്റി സ്റ്റാൻഡേർഡുകൾ അല്ലെങ്കിൽ കൃത്യമായ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങളെ തരംതിരിക്കുന്നതിനെ നാം ഗ്രേഡിംഗ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇത്തരത്തിൽ പലതരത്തിലുള്ള ഗ്രേഡറുകൾ ഇന്ന് നമുക്ക് വിപണിയിൽ ലഭ്യമാണ്. അത് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെക്കനൈസ്ഡ് ഗ്രേഡിംഗ് സിസ്റ്റം മുതൽ വളരെ വില കുറഞ്ഞ തരത്തിലുള്ള ഇത്തരത്തിലുള്ള മെക്കാനിക്കൽ ഗ്രേഡറുകൾ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അത് ഒരുപക്ഷെ സൈസിന്റെ അടിസ്ഥാനത്തിലാക്കാം, ഭാരത്തിന്റെ അടിസ്ഥാനത്തിലാക്കാം, ചിലപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ കളറിന്റെ അടിസ്ഥാനത്തിലാവാം. ഈ രീതിയിലെല്ലാം തന്നെ നമുക്ക് ഉൽപ്പന്നത്തിനെ ഗ്രേഡ് ചെയ്ത് വിപണനം നടത്താനായിട്ട് സാധിക്കും. എനിക്ക് കണ്ടോന്നറിയില്ല, നിങ്ങൾ ഒരു കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് നമ്മുടെ വാട്സാപ്പ് വീഡിയോകളിലെല്ലാം ഉണ്ടായിരുന്നു ഒരു മാതള നാരങ്ങ ട്രേഡർ, ഒരു വിപണനം നടത്തുന്ന ആള് ഗ്രേഡിങ് ചെയ്യുന്നത്. അതായത് 2 പൈപ്പുകളെ അടുപ്പിച്ച് വെച്ച് അതിലേക്കൂടെ പൊമോഗ്രാനൈറ്റിനെ അല്ലെങ്കിൽ മാതള നാരങ്ങ ഇങ്ങനെ ഉരുട്ടുമ്പോൾ അതിന്റെ വലിപ്പത്തിനനുസരിച്ച് അത് പല കുട്ടകളിൽ വന്ന് വീഴുന്നു. ആ പല കുട്ടകളിൽ വന്ന് വീഴുന്നതിൽ ഏറ്റവും വലിപ്പമുള്ളതിന് അയാൾ കൂടുതൽ വില കൊടുത്ത് അതിനെ ഗ്രേഡ് എ എന്ന് കൊടുത്ത് അത് കൂടുതൽ വിലയ്ക്ക് വെക്കുന്നു, ചെറുതിനെ അയാൾ വില കുറച്ച് വെക്കുന്നു. അപ്പൊ ഇത്തരത്തിൽ ഗ്രേഡ് ചെയ്ത്, അതായത് സ്വന്തമായിട്ട് 2 പൈപ്പ് മാത്രമേ അയാൾ അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള വിപണന മാർഗങ്ങളിൽ കൂടെ, ഗ്രേഡിങ്ങിൽ കൂടെ, ക്വാളിറ്റി അനുസരിച്ച് ഗ്രേഡിങ്ങിൽ കൂടെ കൂടുതലായിട്ട് ഉൽപ്പന്നങ്ങള് വില ലഭിക്കുന്നതിനും അല്ലെങ്കിൽ വിപണനം നടത്തുന്നതിനും സാധിക്കും. പിന്നീടുള്ളതാണ് പാക്കേജിങ്. നാം നമ്മുടെ ഉൽപ്പന്നത്തിനെ എങ്ങനെയാണ് വിപണനം നടത്തുന്നത്, എങ്ങനെയാണ് പൊതിഞ്ഞു സൂക്ഷിക്കുന്നത്, എങ്ങനെ പൊതിഞ്ഞു നമുക്ക് വിപണനം നടത്താം എന്നുള്ളതാണ് പാക്കേജിങ്. പാക്കേജിങ്ങിന് തന്നെ 2 തരത്തിൽ നമുക്ക് തിരിക്കാം. ബൾക്ക് പാക്കേജിംഗ് എന്നും കൺസ്യൂമർ പാക്കേജിംഗ് എന്നും തിരിക്കാം. ബൾക്ക് പാക്കേജിങ്ങിൽ നാം നമ്മുടെ ഉൽപ്പന്നത്തിനെ ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന്, കൂടുതലായിട്ട് പാക്ക് ചെയ്ത് വിപണനം നടത്തുന്നതിനാണ് നാം ബൾക്ക് പാക്കേജിംഗ് ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് തടിപ്പെട്ടികളുണ്ട്, അതേപോലെ കാർഡ്ബോർഡ് ബോക്സുകളുണ്ട്, പ്ലാസ്റ്റിക് ക്രേറ്റുകളുണ്ട്, മെഷ് ചാക്കുകളുണ്ട്. പണ്ട് കാലത്ത് നാം തടിപ്പെട്ടിയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതുണ്ടെങ്കിൽ ഇന്ന് നാം കൂടുതലായും ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് ക്രേറ്റുകളും അതേപോലെ തന്നെ കാർഡ്ബോർഡ് ബോക്സുകളുമാണ്. അപ്പൊ അത് തന്നെ നമുക്ക് ചിത്രത്തിൽ കാണാം. പലതരത്തിലുള്ള കാർഡ്ബോർഡ് ബോക്സുകളും ക്രേറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. ഓരോ ഹൈറ്റും അല്ലെങ്കിൽ അതിന്റെ പൊക്കവും എല്ലാം തന്നെ വ്യത്യാസമുണ്ട്. ഓരോ കാർഡ്ബോർഡ് ബോക്സിലും ഉൽപ്പന്നം നിറച്ചു കഴിയുമ്പോൾ അതിലൂടെയുള്ള വായു സഞ്ചാരം ഉറപ്പാക്കുന്നതിനായിട്ട് ഹോളുകളുണ്ട്. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ബൾക്ക് പാക്കേജിങ് ഇന്ന് നമുക്ക് വിപണിയിൽ ലഭ്യമാണ്. ഇത്തരത്തിലുള്ള പാക്കേജിങ് ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ നടത്തുമ്പോൾ അതിനുണ്ടാകുന്ന കേടുപാടുകൾ കുറയ്ക്കുന്നതിനും കൂടുതൽ നാൾ സൂക്ഷിച്ചു വെക്കുന്നതിനും കാരണമാകും. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, നമ്മൾ നേരത്തെ കണ്ട പഴം ട്രക്കിനകത്ത് വാഴപ്പഴം കൊണ്ടുപോകുന്നതും അതേപോലെ തന്നെ ആപ്പിള് കൊണ്ടുപോകുന്നതും ഒക്കെ, അതെല്ലാം ഇത്തരത്തിലുള്ള ക്രേറ്റുകളിലോ അല്ലെങ്കിൽ കാർഡ്ബോർഡ് ബോക്സുകളിലോ ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉൽപ്പന്നങ്ങളെ ഗുണനിലവാരത്തോടെ, ഗുണമേന്മയോടെ തന്നെ ഉപഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തിക്കുന്നതിനും അതുവഴി നമ്മുടെ വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടം കുറയ്ക്കുന്നതിനും സാധിക്കും. പിന്നീടുള്ളതാണ് പാക്കേജിങ്. നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഏറ്റവും കുത്തി നിറയ്ക്കാനായിട്ട്, അതായത് ഒരു പാക്കേജിൽ നമ്മുടെ ഉൽപ്പന്നത്തിനെ കുത്തി നിറയ്ക്കാനായിട്ട് പാടില്ല. ഒരു പാക്കേജിൽ അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ് ബോക്സിൽ എത്രത്തോളം പഴങ്ങളെ ഉൾക്കൊള്ളാമോ അത്രത്തോളം മാത്രമേ അതിനകത്തേക്ക് വെക്കാവുള്ളൂ. കൂടുതലായിട്ട് ഹൈറ്റിലുള്ള പാക്കേജിങ് ആണെന്നുണ്ടെങ്കിൽ താഴത്തെ നിരയിലുള്ള പഴങ്ങൾക്ക് കൂടുതലായിട്ട് പ്രഷർ അനുഭവപ്പെടുകയും അവയ്ക്ക് കൂടുതലായിട്ട് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുന്നു. അതേസമയം നമ്മൾ ലൂസായിട്ടാണ് പാക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രാൻസ്പോർട്ടേഷന്റെ സമയത്ത് ആ കാർട്ടനകത്ത് അല്ലെങ്കിൽ ബോക്സിനകത്ത് പഴങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് അനങ്ങിക്കൊണ്ട് അത് ഉരയുകയും അതെല്ലാം തന്നെ നമ്മുടെ ഉൽപ്പന്നത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും നഷ്ടമുണ്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഒരു
ബോക്സിൽ അതിനകത്ത് എത്രയാണോ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നത് അത്രമാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിനെ പാക്ക് ചെയ്യുക. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ട്, എന്തായാലും നമ്മുടെ റോഡുകൾ വളരെ കുണ്ടും കുഴിയും ഒക്കെ ഉള്ളതാണ്, അനക്കം സ്വാഭാവികമാണ്. അപ്പൊ അത്തരത്തിൽ നമ്മുടെ വെക്കുന്ന പഴങ്ങൾ തമ്മിൽ ഉരഞ്ഞ് അതിന്റെ ക്ഷതങ്ങൾ സംഭവിക്കുന്നത് കുറയ്ക്കാനായിട്ട് ഇത്തരത്തിൽ ഇപ്പൊ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള പഴങ്ങൾക്കിടയിൽ സെപ്പറേറ്ററുകളോ അതല്ലെങ്കിൽ മോൾഡ് രീതിയിലുള്ള, കാരണം ഇന്ന് നമുക്കതെല്ലാം വളരെ കോമൺ ആയിട്ട് കാണാനായിട്ട് സാധിക്കും, മോൾഡ് രീതിയിലുള്ള തട്ടുകളോ അല്ലെങ്കിൽ ഷീറ്റുകളോ ഉപയോഗിക്കാം. അതേപോലെ മെഷ് ബാഗുകൾ, കാരണം നമുക്ക് ഇന്ന് വില കൂടിയ ആപ്പിൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന പേരയ്ക്ക അതെല്ലാം തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള മെഷ് നെറ്റുകൾ പൊതിഞ്ഞ പഴങ്ങളാണ് കാണുന്നത്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ആദ്യമൊക്കെ കാണുമ്പോൾ അയ്യോ ഇതെന്തിനാ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചേക്കുന്നത് എന്ന് തോന്നരുത്. അട്രാക്റ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ ആകർഷകമാക്കാനോ അല്ല, അതിന്റെ കേടുപാടുകൾ വിപണന സമയത്ത് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷന്റെ സമയത്ത് ഉണ്ടാകുന്ന കേടുപാടുകൾ കുറയ്ക്കുന്നതിന് അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ ഉണ്ടാകുന്ന കേടുപാടുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം മെഷ് നെറ്റുകൾ ഉപയോഗിച്ച് അതിനെ പൊതിയുന്നത്. അപ്പൊ ഈ രീതിയിലെല്ലാം തന്നെ നമ്മുടെ പഴങ്ങളിലും പച്ചക്കറികളിലും ഉണ്ടാകുന്ന വിളവെടുപ്പിന് ശേഷം കൺസ്യൂമറിന്റെ കയ്യിലേക്ക് എത്തുന്നത് വരെയുള്ള സമയത്തുണ്ടാകുന്ന ബാഹ്യമായ ക്ഷതങ്ങളെ കുറയ്ക്കുന്നതിന് സഹായിക്കും. ഇത് കൺസ്യൂമർ പാക്കേജിംഗ് ആണ്. അതായത് ഒരു കൺസ്യൂമറിന്റെ അല്ലെങ്കിൽ ഒരു ഉപഭോക്താവിന്റെ കൈകളിലേക്ക് എത്തുന്നത് വരെ നമ്മുടെ ഉൽപ്പന്നം നല്ല ക്വാളിറ്റിയിൽ നൽകണം എന്നതാണ് നമ്മുടെ ആവശ്യം. അപ്പൊ ഉൽപ്പന്നം കൺസ്യൂമറിന്റെ അല്ലെങ്കിൽ ഉപഭോക്താവിന്റെ കയ്യിലേക്ക് എത്തിക്കുന്നതിന് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പാക്കേജുകൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ഒന്ന് മെഷ് ബാഗിനകത്ത് ഇടാം. ഇപ്പൊ ഉള്ളി ആയാലും എല്ലാം നമുക്ക് ഇതേപോലുള്ള മെഷ് ബാഗുകളിൽ ലഭ്യമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ പന്നറ്റ് ബോക്സുകളുണ്ട്. ഓരോ ബോക്സ്, സ്ട്രോബെറി പോലുള്ള ഹൈ വാല്യൂ പ്രൊഡക്ട്സ് ആണെങ്കിൽ നമുക്ക് ഒരു ബോക്സിനകത്ത് ലഭിക്കുന്നു. അതേപോലെ തക്കാളി, പിന്നെ ഓരോ പഴങ്ങളും ഇൻഡിവിജ്വൽ ആയിട്ട് ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ട് പൊതിയുന്ന തരത്തിലുള്ള ഷ്രിങ്ക് റാപ്പിക്കും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് കൂടുതലായിട്ടും ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾക്കാണ് കൂടുതലായിട്ടും ഇത് കണ്ടുവരുന്നത്. പിന്നീട് ട്രാൻസ്പോർട്ടേഷൻ, ഞാൻ നേരത്തെ കണ്ടതുപോലെ നാം ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെല്ലാം ഇതേപോലെയുള്ള ട്രക്കുകളിലാണ്. ഇതെല്ലാം മാറി നമുക്ക് കൃത്യമായ ഈ വട്ടിക്കകത്തൊക്കെ ഓരോന്നും ഓരോ പച്ചക്കറികളാണ്. ഓരോ വട്ടിയുടെ പുറത്ത് അടുത്ത വട്ടി, അതിന്റെ പുറത്തേക്ക് ഒരാൾ നിന്നാണ് കിട്ടുന്നത്. അപ്പൊ എന്തുമാത്രം ഇപ്പം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും അടിയിലുള്ളതും അല്ലെങ്കിൽ ബാക്കിയുള്ള പഴം പച്ചക്കറികളുടെ അവസ്ഥ എന്താകുമെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്ഷതങ്ങളെ മാറ്റുന്നതിന് നമ്മൾ ബൾക്ക് പാക്കേജിങ്, നേരത്തെ പറഞ്ഞ പോലുള്ള കാർഡ്ബോർഡ് ബോക്സുകളോ അതല്ലെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ക്രേറ്റുകളോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി അതൊന്നും അല്ലെങ്കിൽ പോലും ഓരോ ലെയറും ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഓരോ ലെയർ പഴക്കുലയ്ക്ക് ഇടയിലും ഫോം ഷീറ്റുകൾ ഉപയോഗിച്ച് ഇവ തമ്മിൽ ഉരഞ്ഞുണ്ടാകുന്ന ക്ഷതങ്ങളെ കുറയ്ക്കുന്നതിനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാഴപ്പഴത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് ഉണ്ടാകുന്ന ക്ഷതങ്ങൾ അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള ഡാമേജുകൾ ഒന്നും തന്നെ നമുക്ക് പച്ചയായിരിക്കുന്ന സമയത്ത് കാണാനായിട്ട് സാധിക്കുകയില്ല. അതേസമയം അവ പഴുത്ത് മഞ്ഞ നിറമായി കഴിയുമ്പോൾ അതിന്റെ പുറത്ത് കറുത്ത പാടുകൾ കാണുകയും നീളത്തിലുള്ള വരകൾ കാണുകയും അത് പിന്നീട് അതിന്റെ ആകർഷണീയത കുറയ്ക്കുകയും അതിന്റെ മാർക്കറ്റബിലിറ്റി ഇല്ലാതാക്കുകയും ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്ഷതങ്ങൾ കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ നാം സ്വീകരിക്കേണ്ടത് ആവശ്യമായിട്ട് വരുന്നത്. പിന്നീടുള്ളത് നമ്മുടെ ക്ഷീര സംഭരണികൾ. നേരത്തെ ഇത്തരത്തിലുള്ള ട്രക്കുകളിലാണ് നാം വിപണനം നടത്തുകയെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ശീതീകരണ വാനുകൾ അല്ലെങ്കിൽ ശീതീകരണ സംഭരണികളിലേക്ക് കൊണ്ടുപോകുന്നതിന് ഇത്തരത്തിലുള്ള ശീതീകരിച്ച വാനുകളിൽ നാം ഉൽപ്പന്നങ്ങൾ എടുക്കുകയും അവ കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യാം. ഇന്ന് ഇത്തരത്തിലുള്ള നിരവധി സ്കീമുകൾ അല്ലെങ്കിൽ പദ്ധതികൾ നിലവിലുണ്ട്. ശീതീകരിച്ച വാനുകളിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിപണികളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള സാമ്പത്തിക സഹായം പല സ്ഥലങ്ങളിലും ഇന്ന് ലഭ്യമാണ്. പിന്നീടുള്ളത് സംഭരണമാണ്. സംഭരിക്കുന്നതിന് നാം എപ്പോഴും കൂടുതൽ നാൾ സൂക്ഷിക്കുന്നതിനായിട്ട് ശീതസംഭരണികൾ പ്രയോജനപ്പെടുത്താം. ശീതസംഭരണികളിൽ അതിന്റെ കൃത്യമായ താപനിലയും അതേപോലെ തന്നെ ആർദ്രതയും ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഇവിടെ നാം നമ്മുടെ ഉൽപ്പന്നങ്ങളെ സ്റ്റോർ ചെയ്യുന്നത് അല്ലെങ്കിൽ സംഭരിക്കുന്നത് കുറഞ്ഞ താപനിലയിലാണ്. അപ്പൊ ഇത്തരത്തിൽ കുറഞ്ഞ താപനിലയിൽ സംഭരിക്കുമ്പോൾ നാം നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ജീവൽ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ തോത് കുറയുകയും അവയുടെ സൂക്ഷിപ്പ് കാലം കൂട്ടാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു.
അപ്പൊ ഇത്തരം ശീത സംഭരണികൾ ഉപയോഗിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം കൃത്യമായ ഊഷ്മാവിലും അല്ലെങ്കിൽ കൃത്യമായ താപനിലയിലും ആർദ്രതയിലും വേണം ഇവ സൂക്ഷിക്കേണ്ടത് എന്നാണ്. അപ്പോൾ ആപ്പിൾ സൂക്ഷിക്കേണ്ട താപനിലയും ആർദ്രതയും ആയിരിക്കില്ല നമ്മുടെ ഏത്തപ്പഴം അല്ലെങ്കിൽ വാഴപ്പഴം സൂക്ഷിക്കേണ്ടത്. ഓരോ വിളകൾക്കും അതിൻ്റെതായ സംഭരണത്തിനുള്ള താപനിലയും ആർദ്രതയുമുണ്ട്. അതിനനുസരിച്ച് അതിൻ്റെതായ താപനിലയിലും ആർദ്രതയിലും സംഭരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ നാള് സൂക്ഷിക്കുന്നതിന് സാധിക്കത്തുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള ശീത സംഭരണികൾ നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പലപ്പോഴും ഉണ്ടെങ്കിൽ പോലും അവ വേണ്ടത്ര രീതിയിൽ നാം പ്രയോജനപ്പെടുത്താറില്ല. പിന്നീടുള്ളത് വിപണനമാണ്. ഇതിനെപ്പറ്റി നാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഒരു കടയുടെ വെളിയിലേക്കാണ്, നോക്കിക്കേ ഈ പടത്തിൽ തന്നെ നമുക്ക് കാണാം എത്രമാത്രം കടയുടെ പുറത്തേക്കാണ് നമ്മുടെ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ വെയിൽ കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രത്തോളം വെയിൽ കൊള്ളുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആക്കം കൂടുകയും കൂടുതലായിട്ട് നഷ്ടമുണ്ടാവുകയും സൂക്ഷിപ്പ് കാലം കുറയുകയും ചെയ്യുന്നു. അപ്പൊ ഇതിനെക്കാട്ടിലും അതിനെ കൃത്യമായ രീതിയിൽ പാക്ക് ചെയ്ത് അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ അറേഞ്ച് ചെയ്തുകൊണ്ട് അതിനെ വിപണനം നടത്താനായിട്ട് നമുക്ക് സാധിച്ചാൽ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനും അതേപോലെ തന്നെ ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിനും സഹായിക്കും. ഇപ്പൊ ഇത്തരത്തിൽ സഞ്ചരിക്കുന്ന ഒരു വിൽപ്പനശാലയാണെങ്കിൽ പോലും അതിനകത്ത് ഈ രീതിയിൽ ട്രേകളിൽ അടുക്കിയും അല്ലെങ്കിൽ പാക്ക് ചെയ്തുമുള്ള വിപണന തന്ത്രങ്ങൾ മെനയുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ഉൽപ്പന്നങ്ങളെ ഉപഭോക്താക്കളിലേക്ക് ഗുണമേന്മയോടെ എത്തിക്കുന്നതിനും അതുവഴി ഉയർന്ന വില ഉറപ്പാക്കുന്നതിനും സാധിക്കും. ഇന്ന് നമ്മുടെ ഉപഭോക്തൃ സംസ്കാരം തന്നെ മാറി മാറി വരികയാണ്. പണ്ട് കാലത്ത് നമ്മൾ വിലക്കുറവിന്റെ പുറകിലാണ് പഴങ്ങളും പച്ചക്കറികളും വാങ്ങിക്കുന്നത് എങ്കിൽ ഇന്ന് അങ്ങനെയല്ല. കൂടുതൽ വില കൊടുത്തായാലും ഗുണനിലവാരമുള്ള അല്ലെങ്കിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നതിനാണ് ഉപഭോക്താക്കൾക്ക് താല്പര്യം. ഈ അറിവ് കൈമുതലാക്കിക്കൊണ്ട് എവിടെയെല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള പരിചരണ മുറകൾ അനുവർത്തിച്ചുകൊണ്ട് വിപണനം നടത്താൻ സാധിക്കുമോ അത്തരം സാഹചര്യങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് വിപണനം നടത്തുന്നത് വഴി നമുക്ക് വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടം കുറയ്ക്കുന്നതിനും നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനും അതുവഴി ഉപഭോക്താക്കൾക്ക് വിലയ്ക്കനുസരിച്ചുള്ള ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനും സാധിക്കും. ഇനി ഇത്തരത്തിലുള്ള പഴം പച്ചക്കറികളുടെ വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടം കുറയ്ക്കുന്നതിന് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു പ്രക്രിയയാണ് സംസ്കരണം. സംസ്കരണത്തിലൂടെ നമുക്ക് നിരവധി ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കിക്കൊണ്ട് അവയുടെ വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടത്തെ കുറയ്ക്കുന്നതിന് സാധിക്കും. ഇനി പഴങ്ങളുടെ പച്ചക്കറികളുടെ മൂല്യവർദ്ധനമാണ് നമ്മൾ നേരത്തെ സംസാരിച്ച ഗ്രേഡിങ് പാക്കേജിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് മൂല്യവർദ്ധനവ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ സംസ്കരിച്ച ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, ഇത്തരത്തിൽ വൃത്തിയായി പാക്ക് ചെയ്ത് അല്ലെങ്കിൽ ക്വാളിറ്റി അനുസരിച്ച് ഗ്രേഡ് ചെയ്ത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നതും ഒരു തരത്തിലുള്ള മൂല്യവർദ്ധനമാണ്. കാരണം നിങ്ങൾക്ക് ചിത്രത്തിൽ കണ്ടാൽ അറിയാം, നമ്മുടെ ആപ്പിൾ വളരെ നന്നായിട്ട് പാക്ക് ചെയ്ത് ലേബലൊക്കെ ചെയ്ത് വിപണനം നടത്തിയിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ പഴം ഇത്തരത്തിലുള്ള ഗ്രേഡിംഗ് ആൻഡ് പാക്കേജിംഗ് കൂടെയും നമുക്ക് മൂല്യവർദ്ധനം നടത്താം. ഇത് കൂടാതെ തന്നെ നമ്മുടെ കൂടുതലായിട്ടുള്ള ഉൽപ്പന്നങ്ങളെ സംസ്കരണത്തിലൂടെ മൂല്യവർദ്ധനം നടത്താം. അത് ഒരു ലഘു സംസ്കരണമാകാം, അതല്ല എന്നുണ്ടെങ്കിൽ പലവിധ മാർഗങ്ങൾ ഉപയോഗിച്ച് സംസ്കരിച്ച് മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ലഘു സംസ്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം ചിത്രത്തിൽ കാണുന്നത് പോലെ അവിയലിന്റെ കൂട്ട് അല്ലെങ്കിൽ തോരന്റെ കൂട്ട്, അപ്പൊ അത്തരത്തിൽ ഫ്രൂട്ട് ബൗളുകള്, സാലഡ് ബൗളുകൾ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി വിപണനം നടത്തുന്നതാണ് ലഘു സംസ്കരണം അഥവാ മിനിമൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇന്ന് എല്ലാവർക്കും ജോലി തിരക്കാണ്. അത്തരം ഒരു സാഹചര്യങ്ങളിൽ കുടുംബിനികൾക്ക് കരിയാനും അല്ലെങ്കിൽ അത് വൃത്തിയാക്കാനുമുള്ള സമയം തികയാറില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പാക്കറ്റാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ നഗരപ്രദേശങ്ങളിൽ വളരെയധികം അനുയോജ്യമായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ലഘു സംസ്കരണം വഴിയുള്ള ഇത്തരത്തിലുള്ള റെഡി ടു കുക്ക് ഉൽപ്പന്നങ്ങൾ. പിന്നീടുള്ളത് സംസ്കരണത്തിലൂടെയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ്. നിരവധി സംസ്കരണ മാർഗങ്ങളുണ്ട്. ആ സംസ്കരണ മാർഗങ്ങളിലൂടെ എല്ലാം തന്നെ നമ്മുടെ പഴങ്ങളെയും പച്ചക്കറികളെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി സംസ്കരിച്ച് വളരെ നാളത്തേക്ക് സൂക്ഷിക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കും.
അപ്പൊ ഇത്തരത്തിലുള്ള സംസ്കരണ മാർഗങ്ങളിലൂടെ നമ്മുടെ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന പഴം പച്ചക്കറികളെ സൂക്ഷിച്ചു വെക്കുന്നതിനും അത് കാലമല്ലാത്ത സമയങ്ങളിലേക്ക്, അതായത് സീസൺ അല്ലാത്ത സമയങ്ങളിലേക്ക് ഉപയോഗപ്പെടുത്തുവാനായിട്ടും സാധിക്കും. അപ്പം ഈ പറഞ്ഞ മാർഗങ്ങൾ, അതായത് വിളവെടുപ്പിന് ശേഷമുള്ള പരിചരണ മുറ, വാണിജ്യാടിസ്ഥാനത്തിലുള്ള പഴം പച്ചക്കറി ഉൽപാദനമായാലും അതേപോലെ തന്നെ നമ്മുടെ വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷി ആയാലും നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭ്യമാക്കുന്നതിനും അതുവഴി നന്നായിട്ട് നല്ല രീതിയിലുള്ള ഒരു കൺസ്യൂമറിന് അപ്പീലിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമാക്കുന്നതിനും നമുക്ക് സാധിക്കും. അതേപോലെ മൂല്യവർദ്ധനം വഴിയും വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടം, പഴങ്ങളുടെയും പച്ചക്കറികളുടെയും നഷ്ടം കുറയ്ക്കുന്നതിനായിട്ടും സാധിക്കും. അപ്പൊ ഇത്രയുമാണ് നമുക്ക് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വിളവെടുപ്പിന് ശേഷമുള്ള പരിചരണ മുറകളെ പറ്റി എനിക്ക് പറയാനുള്ളത്. കൂടുതലായിട്ടും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും സംസ്കരണവും എല്ലാം തന്നെ നാളത്തെ സെഷനിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഇത്രയും നേരം ക്ഷമയോടെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. സംശയമുള്ളവർക്ക് ചോദിക്കാവുന്നതാണ്. ഹലോ ഹലോ പറഞ്ഞോളൂ. എൻ്റെ പേര് ജയചന്ദ്രൻ. മാഡം, ഇത് ക്ലാസ് വളരെ ഉപകാരപ്രദമായിട്ടുണ്ട്. പക്ഷെ ഇത് കർഷകരുടെ റോളിനേക്കാൾ കൂടുതൽ ഇത് മാർക്കറ്റിൽ ഇത് കൈകാര്യം ചെയ്യുന്നവർക്കാണ് ഇത് പ്രധാന റോള്. ഇതിപ്പം ഇതൊരു 30% കർഷകരെ ഇത്തരം കാര്യങ്ങളിൽ ബോധമില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ പ്രവർത്തിക്കാത്ത ആൾക്കാരുള്ളൂ. പക്ഷെ മാർക്കറ്റിൽ ചെല്ലുന്ന ഒരു സംവിധാനം അത് വളരെ മോശമാണ്. ഇത് ഞാൻ ഈ ഒരു വിഷയം വളരെ നാളായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടുള്ള ഒരു കാര്യം. ഇങ്ങനെ വെയിലത്തേക്ക് ഇരിക്കുന്ന സാധനങ്ങൾ ഞാൻ പരമാവധി വാങ്ങാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഒരു സാധാരണ പഴം വിൽപ്പന നടത്തുമ്പോൾ അതിന്റെ 30% നഷ്ടമാണെന്നാണ് കച്ചവടക്കാര് പറയുന്നത്. പക്ഷേ നഷ്ടം വരുന്നത്. അതെ. ഇപ്പൊ ഈ ഇത്തരത്തിൽ വിപണനം നടത്തുമ്പോൾ 30 ഒരു 50-60% ശരിക്കും നഷ്ടം വന്നിട്ട് ബാക്കി ഒരു ഭാഗമേ ഒരു കൺസ്യൂമറിന് കിട്ടുന്നുള്ളൂ. അതെ, അത് നമ്മുടെ ഇവിടെ കൈകാര്യം ചെയ്യുന്ന ഈ മാർക്കറ്റ് വ്യവസ്ഥിതിയുടെ ഒരു കച്ചവടക്കാരുടെ കയ്യിലാണല്ലോ ഇന്നിപ്പോ എല്ലാം അവരുടെ കയ്യിലാണ്. അപ്പൊ അവിടെ ഒരു കാര്യമായ ബോധവൽക്കരണവും പ്രധാനമായിട്ട് വേണമെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എനിക്ക് ഇതിനകത്തൂടെ മനസ്സിലായിട്ടുള്ളത്. കാരണം വിപണനം അത് കൂടുതൽ ശ്രദ്ധ കൊടുത്താലേ നമ്മളിവിടെ വിദ്യാഭ്യാസമുണ്ട്, സാക്ഷരതയുണ്ട്, അറിവുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടും ഈ റോഡിലെ വളരെ മോശകരമായ വസ്തുക്കളിലേക്കാണ് നമ്മുടെ ഭക്ഷ്യോൽപ്പന്നങ്ങളിൽ അധികം സാധനങ്ങളെ കൊണ്ട് ഡംപ് ചെയ്യുകയാണ്. അപ്പൊ അതാണ് കുട്ടികൾക്കും മറ്റുള്ളവർക്കും ഒക്കെ നമ്മള് പിന്നെ വലിയ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് പോയി ഈ പറയുന്ന വാഷിങ്ങും ക്ലീനിങ്ങും ഒന്നും ഒരു 10% അധികം ആൾക്കാരെ സാധ്യമായ കാര്യമല്ല. അപ്പം റോഡ് വക്കത്ത് വളരെ മലിനമായ സാഹചര്യങ്ങളിൽ ഇങ്ങനെ ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്തതും അതിനെ നിരുത്സാഹപ്പെടുത്തുകയും പ്രധാനമായിട്ട് ബോധവൽക്കരണവും അതിനൊരു ശക്തമായ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകേണ്ടിയിരിക്കുന്നത്. കാരണം അതിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കർഷകരുടെ ഇടയിൽ തന്നെ ആണെങ്കിൽ പോലും കർഷകർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. നമുക്കിപ്പം FPOകൾ ഉണ്ടാകുന്നുണ്ട്, അതേപോലെ കോപ്പറേറ്റീവ് സെക്ടറുകൾ, ഫാമർ കോപ്പറേറ്റീവ് സെക്ടറുകളുണ്ട്. അപ്പം ഇപ്പോൾ പലപ്പോഴും നമ്മൾ കർഷകരെ വിപണനം നടത്തുന്നത് അതുവഴിയാണ്. അപ്പൊ ആ രീതിയിലേക്ക് മുന്നിലോട്ട് പോവുകയാണെങ്കിൽ കർഷക കൂട്ടായ്മകൾക്ക് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള വിപണനം നടത്തുവാനും അതേപോലെ മിഡിൽ മാനിനെ ഒഴിവാക്കുവാനും നമുക്ക് കൺസ്യൂമറിന് ഉൽപ്പന്നം നല്ല രീതിയിൽ കൊടുക്കുവാനായിട്ടും സാധിക്കും. അപ്പൊ ആ ഒരു ആസ്പെക്ട് കൂടെ കണ്ടുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. നമ്മൾ പൊതുവെ നമ്മൾ ഉപഭോക്താവ് എന്നുള്ള ലെവലിലേക്ക് ചിന്തിക്കുമ്പോൾ സാർ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മള് വളരെ മോശം സാധനം മോശം കണ്ടീഷനിൽ നിന്നാണ് വാങ്ങുന്നത്. പക്ഷെ ഒരു ഉൽപാദകൻ
ഒരു ഫാർമർ കോപ്പറേറ്റീവ് അല്ലെങ്കിൽ ഒരു ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽ വെച്ചു കഴിഞ്ഞാൽ അവർക്ക് കൂടുതലായിട്ട് ഈ നഷ്ടപ്പെടുന്നതെല്ലാം അവരുടെ പൈസയാണ് അല്ലെങ്കിൽ അവരുടെ ഉൽപ്പന്നമാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഹലോ മാം. മാഡം ഞാൻ ശശീന്ദ്രൻ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ, പറഞ്ഞോളൂ. ഞാൻ ശശീന്ദ്രൻ. ക്ലാസ് വളരെ നന്നായിരുന്നു, ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് മാഡത്തിനോട് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ഈ ചെറുകിട കർഷകർ ഇപ്പൊ ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. ഇപ്പം പയറുണ്ട്, പാവയ്ക്ക ഉണ്ട്, അതുപോലെ വിവിധയിനം പച്ചക്കറികളുണ്ട്. അപ്പൊ ഇവയൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കാൻ എന്തെല്ലാം സംവിധാനങ്ങളാണ് ഇന്ന് നമ്മുടെ KAU അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ചെയ്തു കൊടുക്കുന്നത്? അത്തരം സപ്പോർട്ടിങ് എന്തൊക്കെയാണുള്ളത്? ഇപ്പൊ നമുക്ക് ഉദാഹരണം, നമുക്ക് ഈ പയർ കേടുകൂടാതെ എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്? അതേപോലെ ദോഷകരമില്ലാത്ത എന്തെങ്കിലും കീടനാശിനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനെ എത്ര കാലത്തേക്ക് നിലനിർത്താൻ കഴിയും? ഓഫ് സീസണിൽ അങ്ങനെയാകുമ്പോൾ നമുക്കത് മാർക്കറ്റ് ചെയ്യാൻ കഴിയും. അപ്പം അത്തരത്തിലുള്ള ചെറിയ ടിപ്സ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഇതുപോലുള്ള ക്ലാസ്സുകളിൽ കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പൊ KAU ഇത്തരത്തിലുള്ള എന്തെല്ലാം സംവിധാനങ്ങളാണ് കർഷകർക്ക് വേണ്ടി, ഫാമേഴ്സിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് എന്നുകൂടി അറിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. അതേപോലെ തന്നെ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റിന്റെ കാര്യങ്ങളൊക്കെ മാഡം സൂചിപ്പിച്ചു. പക്ഷെ നമുക്ക് ഈ ഒരു ചെറുകിട കർഷകന് ഇതൊക്കെ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ പക്ഷെ എന്നാലും നമുക്ക് ചെറിയ രീതിയിൽ അവരുടെ ഒരു കുടിൽ വ്യവസായം പോലെ അല്ലെങ്കിൽ ഒരു വീട്ടിൽ കുടുംബം നമുക്ക് അത്തരത്തിലുള്ള വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള പിന്നെ വിവിധ ഓരോ പച്ചക്കറിക്കും ഓരോ ഡിഗ്രി വ്യത്യസ്ത രീതിയിലായിരിക്കും നമ്മൾ സൂക്ഷിക്കേണ്ടത്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരം. ഓക്കെ. ഇതിനകത്ത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ചെയ്യുന്നത് നിങ്ങൾക്ക് അതിനുള്ള പരിശീലനം നൽകുന്നു. അതേപോലെ സാർ ഇപ്പൊ ചോദിച്ചതുപോലെ ഓരോന്നിനും ഓരോ തരത്തിലുള്ള ഏതൊക്കെ രീതികളാണ് അനുവർത്തിക്കേണ്ടത് എന്നുള്ള സാങ്കേതിക സഹായം അല്ലെങ്കിൽ പരിജ്ഞാനം നമ്മൾ നൽകുന്നതാണ്. പക്ഷെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനോ അല്ലെങ്കിൽ സംഭരിച്ച് വെക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉള്ളത് കൃഷി വകുപ്പിന്റെ കീഴിലാണ്. ഇപ്പൊ സാറിന്റെ സ്ഥലം എവിടാണ്? സ്ഥലം കോഴിക്കോടാണ്. അപ്പൊ അവിടെ കൃഷിഭവന്റെ കീഴില് എന്തെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടോ? അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിലോ ബ്ലോക്ക് തലത്തിലോ ഇതുപോലുള്ള ശീതസംഭരണികളോ ഇല്ല? അപ്പൊ അതിനുള്ള സ്കീമുകളൊക്കെ ഇന്ന് നിലവിലുണ്ട്. അപ്പൊ അതെല്ലാം ചെയ്യുന്നത് കൃഷി വകുപ്പാണ്. അപ്പൊ നമുക്ക് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ സംശയങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ഒരു ഉൽപ്പന്നമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് എങ്ങനെയാ ചെയ്യാൻ സാധിക്കുന്നത്, അതിനെ എങ്ങനെ കൂടുതലായിട്ട് പരിചരണം എന്താണ് ആവശ്യമുള്ളത് എന്നുള്ള രീതിയിലുള്ള സാങ്കേതിക പരിജ്ഞാനം അല്ലെങ്കിൽ സഹായങ്ങൾ നമ്മൾ നൽകുന്നതായിരിക്കും. പിന്നെ രണ്ടാമത് സാറ് പറഞ്ഞ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ കാര്യത്തില് നാളത്തെ ക്ലാസ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ പറ്റിയാണ്. അത് ഒന്നുകിൽ ചെറുകിട വ്യവസായമായിട്ടോ അല്ലെങ്കിൽ വാണിജ്യാടിസ്ഥാനത്തിലോ ചെയ്യാം. അതൊന്നുമല്ലാതെ തന്നെ നമ്മുടെ വീട്ടുവളപ്പിലെ തന്നെ കായ്കള്, നമ്മുടെ വീട്ടിലൊരു വലിയ വാഴക്കുല ഉണ്ടായി കുറെ അധികം തിന്നു, ബാക്കി നമുക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല, അല്ലെ നമ്മൾ നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അതേപോലെ പൈനാപ്പിൾ വില കുറഞ്ഞ് നമുക്ക് ഇഷ്ടം പോലെ പൈനാപ്പിൾ കിട്ടുന്നു. പക്ഷെ നമുക്ക് ഒരു ഫ്രഷ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എത്രത്തോളം കഴിക്കാൻ സാധിക്കും? അതല്ലാതെ നമുക്കിപ്പോ ജാം ആയിട്ടോ അല്ലെങ്കിൽ സ്ക്വാഷ് ആയിട്ടോ സംഭരിച്ച് സൂക്ഷിക്കുന്നതിന് വീട്ടിലായാൽ പോലും നമുക്ക് അത് സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണവുമാണ് നാളെ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഉള്ളത്. മൂല്യവർദ്ധിത വ്യാവസായിക അടിസ്ഥാനത്തിൽ മാത്രമല്ല വീട്ടിലായാലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഹലോ മാം. ഹലോ മാഡം, ഒരു ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഈ ഇമ്പോർട്ടഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഹൈ വാല്യൂ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ കൂടുതൽ നാളിരിക്കാൻ വേണ്ടിയിട്ട് അഡിറ്റീവ്സോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ മെത്തേഡ്സോ ലൈക്ക് ആപ്പിളിൽ കോട്ടിംഗ് ഉണ്ടെന്നൊക്കെ പറയുന്നു, വാക്സ് കോട്ടിംഗ് ഫ്രഷ് ആയിട്ട്, അതിലൊക്കെ സത്യമുണ്ടോ? അതുണ്ടെങ്കിൽ അത് എങ്ങനെ നമ്മൾ തിരിച്ചറിയും? പറഞ്ഞോളൂ. ഓക്കെ. അപ്പൊ അങ്ങനെ ഈ ഇമ്പോർട്ടഡ് ഫ്രൂട്ട്സ് ഒക്കെ വെജിറ്റബിൾസ് വരുന്നതിൽ കുറെ നാൾ എത്തുമല്ലോ നമ്മുടെ ഉപഭോക്താവിന്റെ അടുത്ത് എത്താൻ. അപ്പൊ അത്രയും നാൾ കേടുകൂടാതിരിക്കാൻ വേണ്ടി അവരെന്തെങ്കിലും ആർട്ടിഫിഷ്യൽ എന്തെങ്കിലും പ്രിസർവേറ്റീവ്സോ അത് ഇരിക്കാൻ എന്തെങ്കിലും കോട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചേർക്കുന്നുണ്ടോ? അതുണ്ടെങ്കിൽ അത് സത്യമാണോ എന്ന് അറിയണം ഒന്ന്. പിന്നെ അതാണെങ്കിൽ അത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും?
ഓക്കെ. ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ആപ്പിളിനകത്തായാലും മറ്റ് പല ഇമ്പോർട്ടഡ് ഫ്രൂട്ട്സിനകത്തും കോട്ടിംഗ് ഉണ്ട്. വാക്സ് കോട്ടിംഗ് ആണ് അതിനകത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കത്തില്ല. കാരണം ഒരു ഗ്ലോസി അപ്പിയറൻസ് അല്ലെങ്കിൽ ഒരു തിളക്കം ഒക്കെ മാത്രമേ അതിന് ഉണ്ടാവുകയുള്ളൂ. പിന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള വാക്സ് കോട്ടിങ്ങുകൾ കൊടുക്കുന്നത് കൊണ്ട് ഫുഡ് ഗ്രേഡ് വാക്സുകൾ മാത്രമേ അതിന് ഉപയോഗിക്കത്തുള്ളൂ. അല്ലാതെ ബാക്കിയുള്ള തരത്തിലുള്ള ഫുഡ് ഗ്രേഡ് അല്ലാത്ത കോട്ടിങ്ങുകൾ കൊടുക്കാനായിട്ട് നമ്മുടെ നിയമം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളിൽ കൊടുക്കുന്ന കോട്ടിങ്ങുകൾ ദോഷകരവുമല്ല. അപ്പൊ അതല്ലാത്ത രീതിയിൽ ഉപയോഗിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഇതുപോലുള്ള വാക്സ് കോട്ടിങ് പ്രശ്നമാകുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമ്പോർട്ടഡ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഈ പറയുന്ന പരിചരണ മുറകളെല്ലാം അനുവർത്തിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. അപ്പൊ ഈ സ്റ്റോറേജിനകത്തായാലും ട്രാൻസ്പോർട്ടേഷനകത്തായാലും എല്ലാം തന്നെ താഴ്ന്ന ഊഷ്മാവിലാണ് അവയെ സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അതിന് കുറച്ച് സാങ്കേതികം കൂടുതലുള്ള, അതായത് CA സ്റ്റോറേജ്, കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ സ്റ്റോറേജ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സംഭരണ രീതികളുണ്ട്. അതുവഴി ഉള്ളത് കൊണ്ടാണ് ഇവയെ കൂടുതൽ നാള് സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കുന്നത്. വേറെ നമുക്ക് ദോഷകരമായ തരത്തിലുള്ള അഡിറ്റീവ്സ് ഒന്നും ഇതിനകത്ത് നമുക്ക് നിയമം അനുവദിക്കാത്തത് കൊണ്ട് തന്നെ ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, താങ്ക് യു മാം. അപ്പൊ എല്ലാവർക്കും സംശയങ്ങളൊന്നും ഇല്ല എന്ന് കരുതട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇത്രയും കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പിന്നീടുള്ള അവസരങ്ങളിലോ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതിയാവും. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ പരിശീലനങ്ങളോ സാങ്കേതിക പരിജ്ഞാനമോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് സഹായിക്കാനായിട്ട് നമ്മളിവിടെ ഉണ്ടാവും. അതിനുള്ള നമ്പറുകളും എല്ലാം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിനകത്തേക്ക് ഉണ്ടാവും. അപ്പൊ നന്ദി, നമസ്കാരം. സംശയങ്ങൾ അവസാനിച്ചു എന്ന് വിശ്വസിക്കുന്നു. പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വിളവെടുപ്പാനന്തര പരിചരണ മുറകളുടെ ആവശ്യകത, വിവിധ പരിചരണ രീതികൾ, ലഘു സംസ്കരണം എന്നിവയെക്കുറിച്ച് വളരെ ലളിതമായി വിശദീകരിക്കുകയും വ്യക്തമായി സംശയ നിവാരണം നടത്തുകയും ചെയ്ത വെള്ളായണി കാർഷിക കോളേജ് വിളവെടുപ്പാനന്തര സാങ്കേതിക വിദ്യാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ഗീതാലക്ഷ്മി PR-ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഒപ്പം വെബിനാർ പരമ്പരയിലെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന എല്ലാ കർഷകർക്കും നന്ദി. അടുത്ത ക്ലാസ് പതിവ് പോലെ നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് പഴം പച്ചക്കറി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന വിഷയത്തിൽ വെള്ളായണി കാർഷിക കോളേജിലെ വിളവെടുപ്പാനന്തര സാങ്കേതിക വിദ്യാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ മിസ് അതുല്യ S. കുമാറാണ് കൈകാര്യം ചെയ്യുന്നത്. ഏവരെയും ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോണിയ. താങ്ക് യു ടീച്ചർ.